ദൈവരാജ്യത്തെക്കുറിച്ച് നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ചിന്തിക്കാനിടയായി. അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പുതിയ നിയമത്തിനകത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളിൽ, വളരെ ചുരുക്കം ടോപ്പിക്കുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഈ ദൈവരാജ്യം എന്ന് പറയുന്നത്. ഏകദേശം 180-ലധികം പ്രാവശ്യം ഈ ഒരു വാക്ക് നമുക്ക് പുതിയ നിയമത്തിനകത്ത് കാണാൻ പറ്റും. ദൈവരാജ്യം എന്ന് പറയുന്ന ഈ പദം നിങ്ങളൊന്ന് ആലോചിക്കുക, എന്തൊക്കെയാണ് പുതിയ നിയമത്തിൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പറഞ്ഞിട്ടുള്ള വേദഭാഗങ്ങൾ അല്ലെങ്കിൽ ടോപ്പിക്കൽ, പുതിയ നിയമത്തിന്റെ ടോപ്പിക്കൽ, മേജർ ടോപ്പിക്കൽ. ഒറ്റ സെക്കൻഡ് പാസ്റ്റർ, എത്ര പ്രാവശ്യമാണ് പറഞ്ഞിരിക്കുന്നത്? 180-ലധികം ഉണ്ട്. അത് പുതിയ നിയമത്തിലാ? പുതിയ നിയമത്തിലും ഉണ്ട്. പുതിയ നിയമത്തിൽ 180-ലധികം പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അത് ദൈവരാജ്യമെന്നും സ്വർഗരാജ്യമെന്നും രണ്ടും ആ പദം നമുക്ക് അതിനകത്ത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, പുതിയ നിയമത്തിന്റെ ടോപ്പിക്ക്, പുതിയ നിയമത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കുകൾ എന്തൊക്കെയാണെന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് കിങ്ഡം ഓഫ് ഗോഡ്. നിർഭാഗ്യവശാൽ പുതിയ നിയമസഭ ഇന്ന് അതിനകത്ത് അത്രയേറെ പ്രാധാന്യത, എത്ര പ്രാധാന്യത ദൈവത്തിന് കൊടുത്തിട്ടുണ്ടോ അത്രയും നമ്മൾ അതിന് കൊടുക്കാറില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് തൊട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും, ഞാൻ ഈ പറഞ്ഞ നമ്മൾ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിച്ചാലും ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കില്ല, നിങ്ങൾ പേഴ്സണലി ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യണം. ഞാൻ തുടക്കത്തിൽ അത് പറഞ്ഞായിരുന്നു. ഓക്കെ, ദൈവരാജ്യമാണ് ഒരു ടോപ്പിക്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്. ആ ദൈവരാജ്യത്തിനകത്ത് നടക്കേണ്ട ഒരു കാര്യമാണ് ദൈവരാജ്യത്തിനകത്തേക്ക് ആൾക്കാരെ ആഡ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ദൈവം വെച്ച സിസ്റ്റമാണ് ഡിസൈപ്പിൾഷിപ്പ്. ശിഷ്യരാകുകയും ശിഷ്യത്വത്തിലേക്ക് ആൾക്കാരെ നയിക്കുകയും ചെയ്യുക. അപ്പൊ അങ്ങനെ ശിഷ്യത്വത്തിലേക്ക് നയിക്കുമ്പോൾ അതിനകത്തൂടെ ഈ ദൈവരാജ്യത്തിനകത്ത് ആളുകൾ ആഡ് ആവുന്നത് ദൈവരാജ്യം. അതാണ് രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്. മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഉണ്ട് പരിശുദ്ധാത്മാവ്. ഈ കിങ്ഡത്തിനകത്ത് നമ്മളെ പ്രോപ്പർലി ഗൈഡ് ചെയ്യുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. നമ്മളെ ഈ ദൈവരാജ്യത്തിനകത്തോട് പ്രവേശിപ്പിച്ചതിന് ശേഷം ഇവിടെ തൊട്ട് നമ്മളെ നിത്യത വരെ ഗൈഡ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലും മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിലും കർത്താവ് പറയുമ്പോൾ, തന്റെ ശിഷ്യന്മാരോട് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്: യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും. എന്തോ അന്വേഷിക്കാനായി പറയുന്നേ, എന്തോ കണ്ടെത്താനായി പറയുന്നേ? പരിശുദ്ധാത്മാവിനെ. എന്നിട്ട് താഴെ പറയുന്നുണ്ട്, നിങ്ങളിൽ ഒരു മകന് അപ്പം ചോദിച്ചാൽ അപ്പത്തിന് പകരം കല്ല് കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ മുട്ടയ്ക്ക് പകരം തേളിനെ കൊടുക്കുമോ? മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? ഇല്ല. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ തന്നോട് യാചിക്കുന്നവർക്ക് അവൻ പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. അതാണ് ദൈവത്തിന്റെ വചനം. അപ്പം നമ്മൾ പ്രാർത്ഥിക്കേണ്ട മുഖ്യ പ്രാർത്ഥനാ വിഷയം എന്തുവാണ്? ഈ ദൈവരാജ്യത്തിനകത്ത് എങ്ങനെ നടക്കാൻ പറ്റണം? പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസിനകത്ത് നമുക്ക് നടക്കാൻ പറ്റണം. അതിനു വേണ്ടിയത് എന്തുവാ? ആ പരിശുദ്ധാത്മാവിന്റെ നല്ലൊരു കൂട്ടായ്മ, ഫെലോഷിപ്പ് നമുക്ക് വേണ്ടിയത്. ആ ഫെലോഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിനെ കൂടുതൽ പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്ന കാര്യം. അതിന് പകരമാണ് നമ്മൾ ഈ കിടന്നുകൊണ്ട് അനുഗ്രഹം, വിടുതല്, സൗഖ്യം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കിടന്ന് തലകുത്തി മറിയുന്നത്. സോ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എവിടേക്കോ മിസ്റ്റേക്കുകൾ ചെയ്യാം. ഇതിനകത്ത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ തട്ടിയ ഒരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവവചനം എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അതിന് വേണം നമ്മളും ഇമ്പോർട്ടൻസ് കൊടുക്കാൻ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ഏതൊക്കെ ഇമ്പോർട്ടൻസ് ടോപ്പിക്ക്? പുതിയ നിയമത്തിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്തൊക്കെയാ? കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യമാണ്, പിന്നെ ശിഷ്യത്വമാണ്, അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവ്. ഇതിനോടൊപ്പം തന്നെ യേശുവിനെ കുറിച്ചുള്ള പാഠം, യേശുവിന്റെ ജീവിതം, യേശുവിന്റെ ജീവിതശൈലി, ലൈഫ് ഓഫ് ജീസസ്. യേശുവിനെ പോലെ ജീവിക്കാനാണ് നമുക്ക് ഈ ലോകത്തിൽ ഒരു മാതൃക കർത്താവ് തന്നേക്കുന്നു. പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നാം ചെയ്തു പോരേണ്ടതിന് അവനത് നമുക്ക് ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു. സോ നമ്മുടെ റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ യേശുവാണ്. അപ്പം ബൈബിളിലെ അടുത്ത ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് എന്ന് പറയുന്നത് യേശുവാണ്. യേശുവിന്റെ ജീവിതം, യേശുവിന്റെ സ്വഭാവം, അവന്റെ ലൈഫ് സ്റ്റൈല്, അവന്റെ കൾച്ചർ, ഇതാണ് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ വിഷയം. മോശയെ പറ്റി പഠിക്കുന്നതിനേക്കാളും, ദാവീദിനെ പറ്റി പഠിക്കുന്നതിനേക്കാളും, ഇതിനെ പറ്റികളൊക്കെ പഠിക്കുന്നതിനേക്കാളും, പ്രസംഗിക്കുന്നതിനേക്കാളും ഏറ്റവും ഉത്തമം എന്തുവാ? കാരണം ഇവരെല്ലാം, ഈ പറഞ്ഞ വ്യക്തികളെല്ലാം ഫെയിലാ. കിങ്ഡം പ്രിൻസിപ്പിൾ അനുസരിച്ച് അവരെല്ലാം ഫെയിലാ. നമുക്ക് ഏറ്റവും മാതൃകയാക്കാൻ പറ്റുന്ന ഒരാളുണ്ട് എന്ന് പറഞ്ഞാൽ അവരെ കുറിച്ച് പഠിക്കേണ്ടതൊന്നും അല്ല കേട്ടോ. അവരെ പറ്റിയൊക്കെ പഠിച്ചാൽ ദൈവത്തിന്റെ പ്രിൻസിപ്പിളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദൈവത്തിന്റെ രീതികള്, ദൈവത്തിന്റെ ഇടപെടല്, ദൈവത്തിന്റെ വർക്കിംഗ് സ്റ്റൈലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒക്കെ നല്ല കാര്യമാണ്. പക്ഷേ നമ്മുടെ ലൈഫിൽ മോഡലാക്കേണ്ടുന്ന ആളിനെ കുറിച്ച് നമ്മൾ ഏറ്റവും നന്നായിട്ട് അറിയേണ്ടത്. ആമേൻ. ഓക്കെ, ഇനി പുതിയ നിയമത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് എന്തുവാ? ഈ ദൈവരാജ്യത്തിനകത്ത് എങ്ങനെ നടക്കണം? യേശു പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അവൻ 12 ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോൾ, ഗ്രേറ്റ് കമ്മീഷൻ കൊടുക്കുമ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യം
കാര്യമുണ്ട്. എന്തുവാ ആ വാക്യം നിങ്ങൾ എല്ലാവരും കാണാതെ പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കാം. ഗ്രേറ്റ് കമ്മീഷൻ, അവിടെ നിന്നാണ് ദൈവരാജ്യം തുടങ്ങുന്നത് അല്ലെ. ആ ദൈവരാജ്യം പ്രസംഗിക്കാൻ നിങ്ങൾ പോകുമ്പോൾ എന്തോ പ്രസംഗിക്കണമെന്ന് പറഞ്ഞു? ദൈവരാജ്യം പ്രസംഗിക്കണം. എന്ത് ചെയ്യാൻ പറഞ്ഞു? അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യാൻ പറഞ്ഞു. ഇനി അത് മാത്രമല്ല, കർത്താവ് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി ഞാൻ നിങ്ങളെ ഉപദേശിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകലജാതിയെ ശിഷ്യരാക്കാനാ പറഞ്ഞേ. അത് രണ്ട് കണക്റ്റഡാ. ഞാൻ നിങ്ങളോട് ഉപദേശിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിക്കണം. അപ്പം ശിഷ്യത്വത്തിന് എന്തുമാത്രം പ്രാധാന്യമുണ്ടോ അത്രയും പ്രാധാന്യതയുണ്ട് യേശുവിന്റെ ടീച്ചിങ്ങിന്, യേശുവിന്റെ പഠിപ്പിക്കലിന്. അതും എന്താ ചെയ്യണം? ശിഷ്യരാക്കുന്ന കൂട്ടത്തിൽ അതും കൂടെ പറഞ്ഞു പഠിപ്പിക്കണം. അപ്പം നമ്മളെല്ലാവരും ഒരു നല്ല ടീച്ചറും കൂടെ ആയിരിക്കണം. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? എനിക്ക് കഴിവില്ല, എനിക്ക് അറിവില്ല, എനിക്ക് അതില്ല ഇതില്ല എന്നൊന്നും പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റത്തില്ല. യു ആർ എ ടീച്ചർ. നമ്മളൊരു ടീച്ചറും കൂടെ ആയിരിക്കണം. എന്തുവാ? ബൈബിൾ പഠിപ്പിക്കാൻ പറ്റുന്ന, മറ്റുള്ളവരെ പറഞ്ഞ് ഉദ്ബോധിപ്പിക്കാൻ പറ്റുന്ന ഒരു നല്ല ടീച്ചറും കൂടെ ആയിരിക്കണം നമ്മൾ. കാരണം ഗ്രേറ്റ് കമ്മീഷനകത്ത് അതുകൊണ്ട് ചോയ്സ് അല്ല, എല്ലാവരും അങ്ങനെ ആയിരിക്കണം. എല്ലാവരും ശിഷ്യന്മാരെ പോകണം, എല്ലാവരും പോകണം, എല്ലാവരും ശിഷ്യന്മാരെ ഉളവാക്കണം, എല്ലാവരും പഠിപ്പിക്കണം, എല്ലാവരും സ്നാനപ്പെടുത്തണം. നമുക്ക് എല്ലാവർക്കും ശിഷ്യന്മാരുണ്ടായിരിക്കണം. ഇത്രയും ഗൗരവം നമ്മുടെ ഈ കർത്താവിന്റെ ആ ഒരൊറ്റ ഗ്രേറ്റ് കമ്മീഷനകത്ത് ഉണ്ടെന്ന് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മൾ ബന്ധുക്കോസാരെല്ലാം കൂടി, വിശ്വാസികളെല്ലാം കൂടെ കൂടി ഈ പരിപാടി മൊത്തം പാസ്റ്റർ ഏൽപ്പിച്ചു. എന്നിട്ട് നമ്മൾ കൈ കെട്ടിയിരിക്കുക. പ്രസംഗമോ അത് പാസ്റ്ററിനുള്ള പരിപാടി, സ്നാനപ്പെടുത്തണം പാസ്റ്ററിനുള്ള പരിപാടി, പോകാനോ അത് പാസ്റ്ററിനുള്ള പരിപാടി, ശിഷ്യത്വം എല്ലാം പാസ്റ്ററിനുള്ള. പിന്നെ നമുക്കെന്തോ പരിപാടി? നമ്മളിങ്ങനെ പുറകെ പോയിരിക്കും, കൈയടിക്കും, വീട്ടിൽ വരും. ഈ പരിപാടി ഇന്ന് രാത്രി നിർത്തണം. എത്ര പേർക്ക് പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ഗൗരവം മനസ്സിലാകുന്നുണ്ട്? യേശു പറഞ്ഞതാ, അത് നീ എവിടെ പോയി പഠിപ്പിക്കണം? ഭൂലോകത്തിന്റെ അറ്റം വരെ പോയി പഠിപ്പിക്കാനാണ് കർത്താവ് പറഞ്ഞത്. ഭൂലോകത്തിന്റെ അറ്റം വരെ പോയി പഠിപ്പിച്ച് അവരെ ശിഷ്യന്മാരാക്കി കർത്താവിന്റെ രാജ്യത്തിനകത്തോട്ട് അവരെ കയറ്റണം. ഇതാ കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇതുവല്ലം നടക്കുമോ? ഇതുവല്ലം നടക്കും? നമ്മൾ ആദ്യം പറയുമോ എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. എന്റെ ചോദ്യം, നമ്മുടെ തോമസ് ഇന്ത്യ വന്നപ്പം പുള്ളിക്കാരന് നമ്മുടെ ഇവിടുത്തെ ഭാഷ മലയാളം വല്ലതും അറിയായിരുന്നു? പുള്ളി ഇവിടെ 7 കുടുംബത്തെ സ്നാനപ്പെടുത്തേച്ച് തിരിച്ചു പോയി ആദ്യം. അപ്പം ഭാഷയൊന്നും ഇതിന് പ്രശ്നമല്ല, നമ്മുടെ കഴിവുകേടും ഒന്നും ഇതിന് പ്രശ്നമല്ല. പത്രോസിന്റെ കയ്യാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നടന്നപ്പം ആൾക്കാർ നോക്കി ആശ്ചര്യപ്പെട്ടു. അവർ വിളിച്ചു പറഞ്ഞ ഒറ്റ വാക്കുണ്ട്, ഇവര് ഗലീലക്കാരല്ലേ, ഇവർക്ക് പഠിപ്പില്ല, ഇവര് പഠിപ്പില്ലാത്തവരല്ലേ. അപ്പൊ പഠിപ്പിതിന് പ്രശ്നമല്ലെന്ന് മനസ്സിലായില്ലേ? എന്ന് കണ്ട് നാളെ തൊട്ട് പഠിത്തം നിർത്തണമെന്നല്ല ഞാൻ പറഞ്ഞേ. പഠിത്തം ആവശ്യമായ ഒരു കാര്യമാണ്. പൗലോസ് വിദ്യാസമ്പന്നനായിരുന്നു, പത്രോസ് വിദ്യാഭ്യാസം ഇല്ലാത്ത മനുഷ്യനായിരുന്നു. അപ്പൊ 2 തുറയിലുള്ള ആൾക്കാരെയും ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റും. ഭാഷ അറിയാമോ ഇല്ലയോ ഇതൊന്നും പ്രശ്നമല്ല. നിങ്ങൾക്കറിയാമോ എത്രയോ സായിപ്പന്മാര് അമേരിക്കയിലിരുന്നും പല രാജ്യങ്ങളിലിരുന്ന് പ്രാർത്ഥിച്ച് ഇന്ത്യയിലെ, കേരളത്തിലെ പല സ്ഥലങ്ങളുടെ പേര് അവർക്ക് മനസ്സിലായി. അങ്ങനെ മനസ്സിലായിട്ട് അവർ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ആ പേര് വെച്ചിട്ട് കണ്ടിട്ട് ഇവിടെ വന്ന് മിഷണറി പ്രവർത്തനം ചെയ്തവരൊക്കെ ഇവിടെ എന്തുവാ കുക്കു സാഹിബൊക്കെ അങ്ങനെ വന്ന ആൾക്കാരാ. കുക്കു സാഹിബിന്റെ ഭാര്യ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഏതാ അവര് വന്ന ആ സ്ഥലത്തിന്റെ പേര്? പായ്പാടിന്റെ അടുത്തുള്ള സ്ഥലം എന്തുവാ സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നു. പുള്ളിക്കാരി ഇങ്ങനെ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ കേരളത്തിലുള്ള സ്ഥലത്തിന്റെ പേരിങ്ങനെ അന്യഭാഷ കൂടെ വരിക. അവരവസാനം സെർച്ച് ചെയ്ത് നോക്കിയപ്പം കേരളത്തിലൊരു സ്ഥലമാ. അങ്ങനെ അവർ ഇന്ത്യ വന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആത്മതലം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആ കൂടെ ഞായറാഴ്ച പോകും, ഏറ്റവും പുറകിൽ പോയിരിക്കും, എല്ലാം കഴിയുന്നതിന് മുമ്പ് ചാടി ഇറങ്ങി ഒരൊറ്റ പോകാം. വീട്ടിൽ ഇറച്ചി മേടിച്ച് വെച്ചാൽ നമ്മൾ വരുന്നേ. പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴെല്ലാം ഇറച്ചിയുടെ ചിന്തയാ, ഇത് ചെന്നിട്ട് വേണം ഒന്ന് കഴിക്കാൻ എന്നുള്ള ചിന്തയിലേക്കാണ് നമ്മൾ ഇരിക്കുന്നത് അല്ലേ. ഇന്നൊക്കെ പിന്നെ ഫ്രിഡ്ജ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഈ ഇറച്ചി മീനും ഒക്കെ മേടിച്ച് രാവിലെ പോയി മേടിച്ചേച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കും. ഒരു ചട്ടിയുണ്ട്, ചട്ടിയുടെ എന്തോ മറ്റേ തട്ടുന്ന പൊട്ടുന്ന ചട്ടി ഉണ്ടല്ലോ, മൺചട്ടി. ഒരു മൺചട്ടിക്കകത്ത് വെച്ച് അടുത്ത മൺചട്ടി കൊണ്ട് മൂടി വെച്ചാൽ അന്ന് ആ പാത്രങ്ങളൊക്കെ ഉള്ളൂ. മൂടി അതിന്റെ മണ്ടയിൽ ഒരു വിറക് തടി എടുത്ത് വെച്ചാൽ നമ്മൾ വന്ന് ആരാധനയ്ക്ക് ഇരിക്കുന്നത്. ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ ചിന്ത എന്താണെന്നറിയോ? ഇത് വല്ലതും പട്ടി തട്ടി ഇടുവോ, പൂച്ച കയറി എടുത്തോണ്ട് പോവോ, ഒന്ന് തട്ടിയാൽ പൊട്ടും. ഈ ചിന്തയിലൊക്കെ നമ്മളിരിക്കും. അന്നൊക്കെ വീടിന് മറയുള്ള വീടുകളൊക്കെ ആയിരുന്നു അന്നത്തെ കാലമൊക്കെ. ഇന്നൊക്കെ സിസ്റ്റം ഒക്കെ മാറി, ഫ്രിഡ്ജ് ഉള്ളതുകൊണ്ട് അത്രയും ടെൻഷനില്ല. എന്നാലും ഒരു ടെൻഷനാ ഫ്രിഡ്ജിനകത്ത് ഇരിക്കുന്നത്. കേടായി എങ്ങനെ പോവോ, കറണ്ട് പോവോ, ഇങ്ങനെയുള്ള ടെൻഷനൊക്കെയാ. നമ്മളിതൊക്കെ മാറി ഒരു ആത്മലോകത്തിൽ ഒന്ന് കയറി നമ്മളെ കൊണ്ട് വലിയ കാര്യങ്ങൾ കർത്താവിന് ചെയ്യിക്കാനുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് തിരിച്ചറിയണം. ഓക്കെ, സങ്കീർത്തനങ്ങൾ 103:19 നമ്മളൊന്ന് വന്നാൽ, സങ്കീർത്തനങ്ങൾ 103:19 ഒന്ന് വായിക്കാമോ വാക്യം? സങ്കീർത്തനം 19 വാക്യം. യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. നിങ്ങൾ വാക്യം ഒന്ന് ശ്രദ്ധിച്ച് വായിക്കണേ.
ദൈവത്തിന്റെ സിസ്റ്റമാണ്. ദൈവം തന്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം അവിടെ നിന്നാണ് സകലത്തെയും ഭരിക്കുന്നത്. അതാണ് ദ ഡിവൈൻ കിങ്ഡം, ദൈവത്തിന്റെ രാജ്യം എന്ന് പറയുന്നത്. ആ സിസ്റ്റം മാറി ഇപ്പൊ പുതിയ നിയമത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് എന്താ പറയുന്നത് അറിയാമോ? പുതിയ നിയമത്തിൽ ദൈവം കിങ്ഡം എസ്റ്റാബ്ലിഷ് ചെയ്തു. കർത്താവ് വന്നു പറഞ്ഞു, കർത്താവ് ഇവിടെ ഉണ്ട്, അതുകൊണ്ട് കർത്താവിന് സ്വർഗരാജ്യം നിങ്ങളുടെ ഇടയിൽ ഉണ്ടല്ലോ. കാരണം എന്താ? സ്വർഗത്തിൽ നിന്ന് ഭരിച്ചുകൊണ്ടിരുന്ന കർത്താവ് ഇപ്പൊ താഴെ വന്നു. താഴെ പറയാ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ടല്ലോ. ഒന്ന്, യേശു ഇവിടെ വന്നപ്പോൾ ആ രാജ്യം എവിടെയായി? ആ രാജ്യം യേശു നമ്മുടെ അകത്ത് വന്നപ്പോ ആ രാജ്യം എവിടെ വന്നു? നമ്മുടെ അകത്ത് വന്നു. നോക്കിയേ, അവൻ സകലത്തെയും ഭരിക്കുന്നു. ആ വാക്കൊന്ന് വായിച്ചു നോക്കിയേ. ദൈവം തന്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവൻ സകലത്തെയും ഭരിക്കുന്നു. ആ സകലത്തെ ഭരിക്കുന്ന കർത്താവ് ഭൂമി വന്നു. സകലത്തെ ഉണ്ടാക്കിയ കർത്താവ് ഭൂമി വന്നു. ആ കർത്താവ് എന്തിനോട് എന്തു പറഞ്ഞാലും എല്ലാം കേൾക്കും. കാരണം സകലതും അവന്റെ സൃഷ്ടിയാ, അല്ലേ? അതുകൊണ്ടാ നമ്മളിപ്പം കടലിനോട് എന്നൊന്ന് സംസാരിച്ചെന്ന് വിചാരിച്ചു. കടലിനോട് എന്ന് നമ്മളിങ്ങനെ വർത്താനം പറയാന്ന് വിചാരിച്ചു. കണ്ടു നിൽക്കുന്ന നാട്ടുകാരെന്ത് പറയും? ഇവനെന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് പറയും. ഒരു മരത്തോട് എന്ന് നമ്മൾ വർത്താനം പറയാന്ന് വിചാരിച്ചു. നാട്ടുകാർ കണ്ടേച്ച് എന്തോ പറയും? ഇവനെന്തോ കുഴപ്പമുണ്ട്, ഇത്രയും ദിവസം കുഴപ്പമില്ലായിരുന്നു, പള്ളിയിൽ പോയപ്പോൾ തുടങ്ങി എന്തോ പ്രശ്നമുണ്ടെന്ന് പറയും. പക്ഷെ യേശു അത്തിമരത്തോട് സംസാരിച്ചപ്പോഴോ ഉണങ്ങിപ്പോയി. യേശു കടലിനോട് സംസാരിച്ചപ്പോഴോ അത് ശാന്തമായി. എന്ന് പറഞ്ഞാൽ ഏത് വചനത്താലാണോ ഉളവായത് ആ വചനത്തിന്റെ ഉടമയായവൻ സംസാരിക്കുമ്പോൾ അത് റെസ്പോണ്ട് ചെയ്യും. അത് പ്രകൃതി റെസ്പോണ്ട് ചെയ്യും. അപ്പൊ മനുഷ്യന്റെ ശരീരം അങ്ങനല്ലേ? ലാസർ മരിച്ചു കിടക്കുകയായിരുന്നു. ആ ലാസറിന്റെ കല്ലറയ്ക്ക് ചെന്ന് നിന്ന് വേറൊരു മരിച്ച ശരീരത്തിന് മുമ്പിൽ ചെന്ന് നിന്ന് നമ്മൾ വർത്താനം പറഞ്ഞ നാട്ടുകാർ നമ്മളെ കല്ലെറിയും. പക്ഷേ വിശ്വാസത്തോടെ കർത്താവ് ചെന്ന് വെച്ച് സംസാരിച്ചപ്പോൾ എന്ത് ചെയ്തു? ആ മൃത ശരീരം, ഡെഡ് ബോഡി റെസ്പോണ്ട് ചെയ്തു. എന്ന് പറഞ്ഞാൽ ഉടയവന്റെ ശബ്ദം കേട്ടാൽ, ഉണ്ടാക്കിയവന്റെ ശബ്ദം കേട്ടാൽ ഏത് നിർജീവ വസ്തുക്കളും അല്ലെങ്കിൽ ഏത് സൃഷ്ടികളാണെങ്കിലും അത് റെസ്പോണ്ട് ചെയ്യും. ദൈവമക്കളെ, ഞാൻ വലിയ ആത്മീയ മർമ്മം പറയാം. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിലിരിക്കുന്നു, നമ്മുടെ അകത്തിരിക്കുന്നു. നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നിന്നെ എന്റെ വായു പോലെ ആക്കാന്ന കർത്താവിന്റെ വചനം. അങ്ങനെയാണ് നമ്മൾ പറയുന്ന വാക്ക് നമ്മുടെ വാക്കല്ല, കർത്താവിന്റെ വാക്കാ. അതുകൊണ്ടാണ് ഏലിയാവിനെ കുറിച്ച് പറയുന്നത്, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നിട്ടും താൻ പറഞ്ഞപ്പോൾ, ഇനി ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞോ മഴയോ ഉണ്ടാകില്ലെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ സംഭവിക്കാതിരുന്നത്, പിന്നീട് താൻ പ്രാർത്ഥിച്ചപ്പോൾ മഴ ഉണ്ടായത്. അതിന്റെ കാരണം തന്റെ ശബ്ദം തന്റെ ശബ്ദമായിട്ടല്ല വന്നത്, തന്റെ വായിലൂടെ ദൈവത്തിന്റെ ശബ്ദം പുറത്തോട്ട് വന്നപ്പോ ദൈവത്തിന്റെ ശബ്ദത്തോട് പ്രകൃതിക്ക് റെസ്പോണ്ട് ചെയ്തേ പറ്റൂ. ഇന്ന് രാത്രി ക്രിസ്തുവിനെ അകത്ത് വഹിക്കുന്നവർ എത്ര പേരുണ്ട്? വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് വന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, ആഗ്രഹമുണ്ട്. പ്രൈസ് ഗാഡ്. നമ്മുടെ അകത്ത് ആരാ ഇരിക്കുന്നേ? ജീവനുള്ള ക്രിസ്തു നമ്മുടെ അകത്തിരിക്കുക. ജീവനുള്ള ക്രിസ്തു അകത്തുള്ളവൻ ഒരു വാക്ക് പറഞ്ഞാൽ നിങ്ങൾ പറ, നിർജീവ വസ്തുക്കൾ റെസ്പോണ്ട് ചെയ്യുമോ ഇല്ലയോ? പ്രകൃതി റെസ്പോണ്ട് ചെയ്യുമോ ഇല്ലയോ? ഇന്ന് രാത്രി നമുക്ക് ഈ ഒരു തലത്തിലോട്ടൊന്ന് കയറണം. കാരണം ദൈവം തന്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. ആ സിംഹാസനം ഇപ്പോ നമ്മുടെ ഹൃദയത്തിലാണ്. ഇപ്പൊ നമ്മുടെ കർത്താവ് നമ്മുടെ കർത്താവാണ്, നമ്മുടെ രാജാവാ. അവൻ രാജാവായിട്ട് നമ്മുടെ അകത്ത് വാഴുക. രാജാവായിട്ട് നമ്മുടെ അകത്ത് വാഴുന്നത് കൊണ്ട് ഈ വാഴ്ച ഇപ്പൊ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. സ്പിരിച്വൽ ആത്മ അന്തരീക്ഷത്തിൽ സകലത്തെ വാഴാൻ ദൈവം നമ്മളെ ആക്കിയിരിക്കുക. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെടും. നിങ്ങൾ ഒരുവന്റെ പാപം നിർത്തിയാൽ അവന്റെ പാപം നിൽക്കും. നിങ്ങൾ ഒരുത്തന്റെ പാപം ക്ഷമിച്ചാൽ അവന്റെ പാപം ക്ഷമിക്കും. എന്തുകൊണ്ടാണ് കർത്താവ്? നിങ്ങളൊന്ന് ആലോചിച്ചേ, മനുഷ്യരാകുന്ന നമുക്ക് ആരെങ്കിലും പാപം ക്ഷമിക്കാൻ പറ്റുമോ? ഓ ജീസസ്, ഇതിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ ഈ പറയുന്ന പദങ്ങളുടെ? ഒരു മനുഷ്യനായ നമുക്ക് വേറൊരു മനുഷ്യന്റെ പാപത്തെ ക്ഷമിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? പാപമില്ലാത്തവനെ പാപം ക്ഷമിക്കാൻ പറ്റൂ. ദൈവത്തിന് മാത്രമേ ഒരുത്തന്റെ പാപം ക്ഷമിക്കാൻ പറ്റൂ. പക്ഷെ ദൈവം പറയാ, നിങ്ങൾ ഒരുവന്റെ പാപം ക്ഷമിച്ചാൽ ഞാൻ അവന്റെ പാപം ക്ഷമിച്ചേക്കാം. നിങ്ങൾ ഒരുവന്റെ പാപം നിർത്തി ഞാൻ നിർത്തി എന്ന് പറഞ്ഞാൽ ആ ഒരു സുപ്രീം അതോറിറ്റി ദൈവം നമുക്ക് കൈമാറി. ഇതെങ്ങനെ കിട്ടിയേ? ദൈവം നമ്മുടെ അകത്ത് രാജാവായി വാഴാൻ തുടങ്ങിയപ്പോഴാണ്. ഇതാണ് ദൈവരാജ്യത്തിനകത്ത് കയറിയാലുള്ള പ്രത്യേകത. ഇത് ലോകം നോക്കുമ്പോൾ ഭോഷത്വമായിട്ട് തോന്നും, ആൾക്കാർക്ക് ഒരു പിടിയും കിടന്നില്ല. പക്ഷേ ആത്മമണ്ഡലത്തിൽ ഇതതിന്റെ റിയാലിറ്റി. ഓക്കെ, ഇനി അടുത്തൊരു ഭാഗത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധയൊന്ന് കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുക.
നമ്മളെ ഈ ഭൂമിയിൽ കർത്താവ് ആക്കിയതിന് വലിയ പദ്ധതികളുണ്ട്, ഒത്തിരി പദ്ധതികളുണ്ട്. അതിനകത്ത് 1-2 പദ്ധതികൾ വേഗത്തിൽ ഒന്ന് പറയാം. 1 പത്രോസ് 2:9 നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വാക്യ, അറിയാവുന്നവരുണ്ട്, കാണാതെ പറഞ്ഞു. 1 പത്രോസ് നിങ്ങൾ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിന്നെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. വെരി ഗുഡ് സിസ്റ്റർ, കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പം നമ്മളെ കർത്താവ് എന്തിനാ വിളിച്ചത്? ഒന്നും നമ്മളെ വിളിച്ചു, അതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. ഇനി വിളിച്ചത് എങ്ങോട്ടാന്നുള്ളതാണ് അടുത്തത് അറിയേണ്ടത്. ഒന്ന് നമ്മളെ വിളിച്ചു എന്നുള്ളതിന് സംശയമൊന്നുമില്ലല്ലോ. നമ്മളെല്ലാവരും കർത്താവ് വിളിച്ചു. ഓക്കെ, 1. 2, നമ്മളെ വിളിച്ചത് എങ്ങോട്ടാ? നമ്മൾ കഴിഞ്ഞ ദിവസം ആദ്യത്തെ ക്ലാസ്സിലാണെന്ന് തോന്നുന്നു സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞായിരുന്നു, കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ പറഞ്ഞായിരുന്നു, നമ്മെ ഇരുട്ടിന്റെ അന്ധകാരത്തിന്റെ അധികാരത്തിൽ നിന്ന് പുത്രന്റെ രാജ്യത്തിലേക്ക് വിളിച്ചവൻ, അല്ലെ? അപ്പൊ നമ്മളെ എവിടുന്നാ കൊണ്ടുവന്നേ? നമ്മൾ വേറൊരു രാജ്യത്തിന്റെ അംഗമായിരുന്നു, ഇരുട്ടിനകത്തായിരുന്നു നമ്മള്. അവിടെ നിന്ന് നമ്മളെ എവിടെ കൊണ്ടുവന്നു? ഇപ്പോ പുത്രന്റെ രാജ്യത്തിൽ കൊണ്ടുവന്നു. വി ആർ ഇൻ ദ കിങ്ഡം ഓഫ് ലൈറ്റ്. പ്രകാശത്തിന്റെ രാജ്യത്തിലാണ് നമ്മളിപ്പോ ഉള്ളത്. പ്രകാശത്തിന്റെ രാജ്യത്തിൽ ഇപ്പൊ നമ്മൾ പ്രകാശത്തിലകത്താണെന്ന് മാത്രമല്ല, ആ പ്രകാശത്തിന്റെ രാജ്യത്തിനകത്ത് നമ്മളെ പ്രകാശമാക്കി മാറ്റി. എന്തിനാ പ്രകാശമാക്കി മാറ്റിയേ? ഇരുട്ടിലിരിക്കുന്ന അനേകർക്ക് പ്രകാശമായി മാറാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആ വാക്യത്തിനകത്ത് എന്താ നമ്മൾ വായിക്കുന്നു? നിങ്ങളോ, ആരെ കുറിച്ചാ പറയുന്നേ? നമ്മളെ കുറിച്ചാ പറയുന്നത്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ. അത് വിളിച്ചു, അത് ആദ്യത്തെ പ്രോസസ്സാ. ഇനി എന്തിനാ വിളിച്ചവൻ? താഴെ പറയുന്നുണ്ട്, വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ ദൈവം നമ്മളെ വിളിച്ചെടുത്തു, അല്ലെങ്കിൽ നമ്മളെ തിരഞ്ഞെടുത്തു അത്ഭുത രാജ്യത്തിലാക്കി. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ശ്രദ്ധിച്ചു പോകുന്നു കേട്ടെ. എന്തിനാ നമ്മളെ ദൈവരാജ്യത്തിലാക്കിയത്? ഈ വെളിച്ചത്തിന്റെ രാജ്യത്തിൽ നമ്മളെ എന്തിനാ ആക്കിയത്? വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ. നമുക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മൾ ഞായറാഴ്ച വരുമ്പോ പാട്ട് പാടും, വിളിച്ചവനുടെ ഗുണങ്ങൾ ഘോഷിപ്പാൻ തിരഞ്ഞെടുത്തതാം വിശുദ്ധ വംശമേ. നമ്മളിതെല്ലാം പാടും. എന്തിനാ വിളിച്ചെന്ന് നമുക്ക് ഇതുവരെ ഒരു പിടിയും. എന്റെ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് എല്ലാവരും ഞാൻ പറയാൻ ആഗ്രഹിക്കുക, നമ്മളെ വിളിച്ചതിന് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ചങ്കത്തോട് കൈവച്ചിട്ടൊന്ന് പറയാമോ, എന്നെ കർത്താവ് ഒരു പദ്ധതിക്ക് വേണ്ടി വിളിച്ചേ, ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് വിളിച്ചേ. തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കർത്താവ് തെരഞ്ഞെടുത്തിട്ടുണ്ടെന്ന്. എഫെസ്യ ലേഖനം 1-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാനുള്ള ആശ ഇന്നതാണെന്ന് തിരിച്ചറിയാൻ പൗലോസ് എഫെസ്യ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ അവിടെ ഒരു കാര്യം ഒന്ന് ആഡ് ചെയ്തിട്ട് പൊക്കോട്ടെ. പൗലോസ് പ്രാർത്ഥിക്കുമ്പോൾ, എനിക്കൊന്ന് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്തുവാ? നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാനുള്ള ആശ ഇന്നതാണെന്ന് തിരിച്ചറിയണം. അപ്പം വിളിയാനുള്ള ഒരു ആശ ഉണ്ടെന്നും അത് ഇന്നതാണെന്നും തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്തുവാ? ഇപ്പോഴും കണ്ണു തുറന്നിട്ടില്ലെന്ന്. അയ്യോ, നിങ്ങളെല്ലാം കൂടി ഇന്ന് തന്നെ ഇറക്കി വിടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. നമ്മളെ വിളിച്ചിട്ടുണ്ട്, വിളിയുടെ പിന്നിൽ ഒരു ആശയമുണ്ട്. പക്ഷെ നമുക്കിതുവരെ ഈ സംഗതി പിടികിട്ടിട്ടില്ല. അതിന്റെ കാര്യം എന്തുവാ? പൗലോസ് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, ഈ വിശ്വാസികളുടെ ഹൃദയത്തിന്റെ കണ്ണിനെ തുറക്കണമേ. അങ്ങനെ തുറന്നാൽ ഇവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിളിയുടെ ആശ ഇന്നതാണെന്ന് മനസ്സിലാവും. വായിച്ചു നോക്കിയ 18-ാമത്തെ വാക്യം ഞാൻ പറയുന്നത്, എഫീസർ 1:18. അപ്പം ഒരാള് വിളിയുടെ ആശ ഇന്നതാണെന്ന് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥത്തിന് വേറെ വ്യാഖ്യാനത്തിന് ഒന്നും ആവശ്യമില്ല. ഇത്രയുള്ള അർത്ഥം, എന്റെ കണ്ണ് ഇതുവരെ തുറന്നിട്ടില്ല. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താണെന്നറിയോ? കർത്താവേ, തേജസ്സുള്ള സുവിശേഷം ജാതികളുടെ ഹൃദയത്തിൽ പ്രകാശിക്കാതിരിക്കാൻ അവരെ മൂഢമാക്കി വെച്ചിരിക്കുന്ന, അവരെ അന്ധരാക്കി വെച്ചിരിക്കുന്ന കെട്ട് പൊട്ടട്ടെ. നമ്മൾ അവന്റെ കെട്ടും പൊട്ടിച്ചോണ്ടിരിക്കുക, നമ്മുടെ കെട്ടും ഇതുവരെ പൊട്ടിയിട്ടില്ല. എന്ന് പ്രാർത്ഥിച്ച കർത്താവേ, എന്റെ കണ്ണിനെ ഒന്ന് തുറക്കണമേ. എന്നെ എന്തിനാ വിളിച്ചതെന്ന് എനിക്കൊന്ന് മനസ്സിലാവാൻ എന്റെ ഹൃദയത്തിന്റെ കണ്ണ്, എന്റെ ഹൃദയത്തിന്റെ ദൃഷ്ടി ഒന്ന് പ്രകാശിക്കുക. എൻലൈറ്റൻ മൈ ഹാർട്ട്, അങ്ങനെ അവിടെ എഴുതിയേക്കുന്നത്. എന്റെ ഹൃദയത്തിന്റെ ദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം. പ്രാർത്ഥിക്കാവോ? അതോ ഇന്ന് വൈകിട്ട് എന്താ പ്രാർത്ഥിക്കുക? കർത്താവ് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്, അതൊന്ന് തന്ന് സഹായിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. കർത്താവ്, ഇനി ഞാൻ വിസയ്ക്ക് വേണ്ടി കുറെ നാളെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഒരു വണ്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഒരു BMW ആണെങ്കിലും മതി, ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ?
ഇന്ന് ആ പ്രാർത്ഥനയൊക്കെ ഒന്ന് മാറ്റി കർത്താവിനോട് പ്രാർത്ഥിക്കാമോ? കർത്താവ് എന്റെ ഹൃദയത്തിന്റെ ദൃഷ്ടി ഒന്ന് പ്രകാശിച്ചിട്ട് എന്നെ എന്തിനാ കർത്താവ് വിളിച്ചെന്നൊന്ന് തിരിച്ചറിയാൻ, ആ വിളിയെ തിരഞ്ഞെടുപ്പിനെ മനസ്സിലാക്കിയ 12 പേര് 12 കോണ്ടിനെന്റിലോട്ട് പോയി. യേശുവിന്റെ 12 ശിഷ്യന്മാര് ഓരോ കോണ്ടിനെന്റിനെ അവര് ഇളക്കി മറിച്ചത്. അവരെ കുറിച്ചൊക്കെ ദൈവവചനം പറയുന്നത്, ജനം വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാ: ഭൂമിയെ കീഴ്മേൽ മറിക്കുന്നവർ ഇവിടെയും വന്നു. നിങ്ങളുടെ വിളിയെ തെരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് ഭൂമിയെ കീഴ്മേൽ മറിക്കാൻ പറ്റും. നിങ്ങളൊരു പട്ടണത്തിൽ ചെന്ന പട്ടണം അവരെ തിരിച്ചറിയും. ഓ ജീസസ്, ഹല്ലേലൂയ. നിങ്ങളൊരു വീട്ടിൽ കയറി ചെന്നാൽ ആ വീട്ടിനകത്തുള്ള അന്ധകാര ശക്തികൾക്ക് മനസ്സിലാകും, ഇവിടെ ഒരു ദൈവവൈതൽ വന്നെന്ന്. ഒരു രാജ്യഭരണം നടത്തുന്ന, ദൈവത്താൽ ഭരിക്കപ്പെടുന്ന ഒരുവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്, ഇവിടെ കാലുകുത്തി എന്ന് മനസ്സിലാവും. എത്ര പേർക്ക് അങ്ങനെയൊക്കെയുള്ള ഒരു ആത്മതലത്തിലേക്ക് വേണം? അതോ ഇങ്ങനെ പിശാചെന്നുള്ളതിന്റെ പാന്ന് എഴുതി കാണിക്കുന്നുണ്ട്, നമ്മൾ ഓടുന്നു. എന്റെ പൊന്നച്ച, എന്നെ ഉപദ്രവിക്കല്ലേ, ഞാനങ്ങ് പൊക്കോട്ടെ. പെന്തക്കോസ്തിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന എപ്പോഴാണെന്നറിയോ? പിശാചുള്ളപ്പോഴാ. അന്നേരം വരെ കൈയും കെട്ടി ചുമ്മാ നിൽക്കുന്ന പാർട്ടികളൊക്കെ എന്നോ കൈയടി ആരാധനയാണെന്നറിയോ? എന്താണെന്നറിയോ? പേടിച്ചിട്ടാ. ഈ സാധനം അകത്ത് കയറില്ലെന്ന് വിചാരിച്ചിട്ട് പേടികൊണ്ടാ, അല്ലാതെ ഈ സാധനം പോകണമെന്നുള്ള ആവശ്യം കൊണ്ടല്ല, ആഗ്രഹം കൊണ്ടല്ല. ഇത് എങ്ങാനും പെട്ടുപഴിച്ച് എന്റെ അകത്ത് അങ്ങനെ കയറിയാലെന്നുള്ള ചിന്തയാ. നമുക്ക് ദൈവത്തെക്കാൾ പേടി പിശാചിനെ എന്നും. ഞാൻ നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്, ഡൽഹിയിൽ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ ഇവിടുത്തെ കാര്യം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, നിങ്ങൾ എന്നോട് വിഷമം വിചാരിക്കല്ലേ. പ്രൈസ് ഗോഡ്. അപ്പൊ നമുക്ക് വേണ്ടിയത് എന്തുവാ? ദൈവരാജ്യത്തിനകത്തേക്ക് കർത്താവിനെ വിളിച്ചു എന്നുള്ള ബോധ്യമാണ് നമുക്ക് വേണ്ടിയത്. ദൈവരാജ്യത്തിനകത്തേക്ക് കർത്താവിനെ വിളിച്ചാക്കി. എന്തിനാ ആക്കിയത്? വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കണം. തലയിലോട്ട് കൈവച്ച് ചെന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവെ, വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കാൻ എന്നെ വിളിച്ചത്, പക്ഷെ എനിക്കിതൊരു പിടികിട്ടിട്ടില്ല. ഇതൊന്ന് പിടികിട്ടാനുള്ള വെളിപ്പാടും ഒരു വെളിവും എനിക്കൊന്ന് കിട്ടട്ടെന്നൊന്ന് പ്രാർത്ഥിച്ചേ. അല്ലെ, നമുക്കിതൊരു പിടികിട്ടിട്ടുണ്ടോ? അത് എന്തിനാ എന്നെ വിളിച്ച കർത്താവ്? വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കണം. ദാറ്റ് ഈസ് ദ ഗുഡ് ന്യൂസ്. ആ വിളിച്ചവനെ കുറിച്ച്, യേശുവിനെ കുറിച്ച് പറയാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പഴയ നിയമത്തെ കുറിച്ച് അധികം പ്രസംഗിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. യേശുവിനെ പ്രസംഗിക്കാൻ പറഞ്ഞതിന്റെ കാരണം അതാ. നമ്മളെ വിളിച്ച് എന്തോ പ്രസംഗിക്കാനാ? യേശുവിനെ പ്രസംഗിക്കാനാ. വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ ദൈവം നമ്മളെ വിളിച്ചു തിരഞ്ഞെടുത്തു. ഇനി അങ്ങനെ തിരഞ്ഞെടുത്തവരെ ആക്കി വെച്ചിരിക്കുന്ന കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്. അതാ അതിന്റെ താഴെ പറയുന്നത്. എന്തുവാ? നമ്മളെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം, ഒന്ന്, തിരഞ്ഞെടുത്ത ഒരു ജാതി. നമ്മളാരാ? ഇവിടെ പാട്ടൊക്കെ പാടാറുണ്ട്, ഇതുപോലൊരു ജാതി ഉണ്ടോ? ചിലപ്പോൾ കയ്യിലിരിപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നി ഇതുപോലൊരു ജാതി വേറെ ഇല്ലെന്ന്. ആ ജാതിയുടെ കാര്യമല്ല പറഞ്ഞേ. കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തതാ എന്ന് പറഞ്ഞാൽ വി ആർ ദ ചോസൺ പീപ്പിൾ. നമ്മളെ ദൈവം തിരഞ്ഞെടുത്തു. സോ ഇന്ന് രാത്രി നിങ്ങളോട് തന്നെ പറയാമോ? ദൈവരാജ്യത്തിനു വേണ്ടി, ദൈവരാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ, ദൈവരാജ്യം മറ്റുള്ളവരോട് പറയാൻ, ദൈവരാജ്യത്തിന്റെ ഗുണങ്ങൾ മുഴുവൻ പ്രകടമാക്കാൻ ഞാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാ. ഒന്ന് പറയാമോ? ചിലര് പ്രാർത്ഥനയ്ക്ക് വരുന്നത് എന്തിനാണെന്നറിയോ? ദൂത് കേൾക്കാനാ. ഇതൊന്നും അറിഞ്ഞിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ലോ. ഞാൻ തിരഞ്ഞെടുത്തു, അത്ഭുത പ്രകാശം എന്റെ കർത്താവ് വേറെ വല്ല പണിയത്. എനിക്ക് ആ കൂടെ കേൾക്കേണ്ടത് എന്തോന്നറിയോ? എന്നോട് ഇന്ന് പാസ്റ്റർ വല്ല ദൂതും പറയുമെന്ന് അറിയണ്ടേ. നിങ്ങളോടുള്ള ദൂത് കറക്റ്റ് തലയിലോട്ട് കൈവെക്കാൻ എനിക്ക് പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ കൈ ഉയർത്തിപ്പിടിച്ച് അങ്ങ് പറയാ. നിങ്ങളോടുള്ള ദൂത് കേട്ടോ. വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കാൻ കർത്താവ് നിങ്ങളെ ഭൂമിയെ തിരഞ്ഞെടുത്താക്കി വെച്ചേക്കുക. ഇനി അമേരിക്കയിൽ എത്തിക്കുന്നുള്ള നല്ല ദൂത് ഇതാ ദൂത്. വചനത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ള ദൂതായത്. നമുക്ക് ഇതിനകത്ത് വലിയ വിശ്വാസമൊന്നുമില്ല. എങ്ങാണ്ട് വന്ന് പ്രാർത്ഥിക്കാത്തൊരു ഉദ്ദേശി ഏതാണ്ടൊക്കെ അത് 2 പറഞ്ഞു പോയി. നമുക്കത് ഭയങ്കര വിശ്വാസം. നേരത്തെ ദൂത് ഏറ്റെടുക്കാമോ? ഇതാ ദൂത്, ഏറ്റവും വലിയ ദൂതായത്. ഓക്കെ, ഞാൻ ഗ്രേറ്റ് കമ്മീഷനകത്ത് കൂടെ കണക്ട് ചെയ്ത് ഞാനൊരു കാര്യം കൂടെ പറയാം. ഭൂലോകത്തിൽ ഒക്കെയും പോയി സകല ജാതികളോട് ഈ യേശു പഠിപ്പിച്ചതൊക്കെ പറയണം. ഭൂലോകത്തിലൊക്കെയും പോയി സകല ജാതിയോടും പറയണം. പ്രവചനം വേണമെങ്കിൽ അങ്ങനെ തന്നെ അങ്ങ് പറയാം. ഇനി പ്രവചനമായിട്ട് അങ്ങ് പറയാം. ഏറ്റെടുത്തോ. ഭൂലോകത്തിലൊക്കെയും പോകാൻ കർത്താവ് ആ ഗ്രേറ്റ് കമ്മീഷനകത്ത് തന്നെ ഒരു നിയോഗവും വിളിയും തന്നിരിക്കുക. അതിനകത്ത് തന്നെ കിടപ്പുണ്ട്. ഗോ ടു ദ നേഷൻസ്, അല്ലേ? അങ്ങനല്ലേ ഇവിടെ എഴുതിയേക്കുന്നത്. ഭൂലോകത്തിലെമ്പാടും പോകാൻ. ഇതെന്നോടാന്ന് പറയാമോ? ഭൂലോകത്തിലൊക്കെയും പോയി. അത് പഠിപ്പുണ്ടോ നല്ല വിഷയം, വിദ്യാഭ്യാസം ഉണ്ടോ നല്ല വിഷയം, ഇല്ലേ എന്നുള്ളതല്ല വിഷയം. ഇതൊന്നും പ്രശ്നമല്ല. അഭിഷേകം ഉണ്ടെങ്കിൽ അഭിഷേകം നിങ്ങളെ ക്യാരി ചെയ്യും. അനോയിന്റിങ് നിങ്ങളെ ഉയർത്തും. അഭിഷേകം ഒരു വ്യക്തിയെ ഉയർത്തും. അഭിഷേകം ഒരു വ്യക്തിയെ രാജ്യങ്ങളിൽ എത്തിക്കും. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം.
എന്നെ കുറിച്ച് അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം. എപ്പോൾ ആൾക്കാർ എന്നെ വിളിച്ചാലും എനിക്ക് ഒന്ന് സനുപ്രദം മിക്കവാറും അങ്ങനെയൊക്കെ ചോദിക്കാം, അച്ഛാ ഇപ്പൊ എവിടാ, ഇന്ത്യയിലാണോ വെളിയിലാണോ? മിക്കവാറും എല്ലാവരും എനിക്ക് മെസ്സേജ് അയക്കും ആദ്യം ചോദിക്കുന്ന കാര്യം, അച്ഛാ എവിടാ. ആൾക്കാരുടെ ധാരണ നമ്മൾ മാസത്തിലൊന്നോ അല്ലെങ്കിൽ 2 മാസത്തിൽ ഒരിക്കലൊക്കെ ആയിരിക്കും എവിടെയെങ്കിലും യാത്ര ചെയ്യുന്നത്. പക്ഷെ ആൾക്കാരുടെ ധാരണ എന്താണെന്നറിയോ, നമ്മളെപ്പോഴും യാത്രയിലാണ്. ഞാൻ 2013-14 തൊട്ടാണ് രാജ്യങ്ങളിൽ യാത്ര ചെയ്ത് തുടങ്ങിയത്. അങ്ങനെ അനേക രാജ്യങ്ങൾ യാത്ര ചെയ്തു. അതിനുള്ള കാരണം ദൈവം ഒരാളെ അയക്കുന്ന സമയത്ത് അത് നമ്മുടെ എഫേർട്ട് അല്ല, ദൈവമാണ് ഒരാളെ അയക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയാം. ഈ രാജ്യങ്ങളിൽ പോകണമെന്നുള്ളത് ഞാൻ ഈ ഗ്രേറ്റ് കമ്മീഷന്റെ ആ വാക്ക് വായിച്ചപ്പോൾ, ഈ കർത്താവിന്റെ കൽപ്പന, അന്ത്യകൽപ്പന, ആ വാക്യം വായിച്ചപ്പോൾ അതിനകത്ത് നിന്ന് എനിക്കിങ്ങനെ സ്ട്രൈക്കായി. ദൈവത്തിനോട് സംസാരിച്ചു, രാജ്യങ്ങളിൽ പോകാനുള്ള അഭിഷേകം നിന്റെ മേലുണ്ട്. ഒരു ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് കുറെ യോഹന്നാന്റെ സുവിശേഷത്തിൽ കുറെ വെളിപ്പാടും ദർശനവും കാര്യങ്ങളും ഒക്കെ കർത്താവിന്റെ ഹൃദയത്തിലേക്ക് തന്നു. ഞാൻ ഒരു ദിവസം ഇന്തോനേഷ്യയിലുള്ള ഒരു ഫാമിലിയെ ഒരു ദേവദാസ് ഒരിക്കൽ എന്നെ പരിചയപ്പെടുത്തി. ഞാൻ അന്ന് ഡൽഹിയിൽ നിന്ന് നാട്ടിലോട്ട് ട്രെയിനിൽ പോവാം. അപ്പൊ ട്രെയിനിൽ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ ചാറ്റ് ചെയ്യുവാണ് ആ ഫാമിലിയായിട്ട്. ദൈവം എനിക്ക് തന്ന ഈ ദർശനങ്ങൾ ഞാനിങ്ങനെ അവരോട് ചാറ്റ് ചെയ്യാം, സംസാരിച്ച് അവരോട് പറഞ്ഞു കൊടുക്കുക. അന്ന് രാത്രിയിൽ ആ ഫാമിലി ഒന്നിച്ചു പോയിരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഈ പറഞ്ഞ വെളിപ്പാടുകള് ഇവര് അന്ന് രാത്രി ധ്യാനിച്ചതിന് ശേഷം, വായിച്ചതിന് ശേഷം അവരിന്ന് പ്രാർത്ഥിക്കുക. അന്ന് രാത്രി അവരിന്ന് പ്രാർത്ഥിച്ച വീട്ടു പ്രാർത്ഥനയിൽ അവർ അഭിഷേകം പ്രാപിച്ചു. അടുത്ത ദിവസം രാവിലെ ഞാൻ എന്റെ മെസ്സേജ്, രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് ഞാൻ മെസ്സേജ് നോക്കുമ്പോൾ അവരെനിക്ക് എഴുതിയിരിക്കുക, പാസ്റ്റർ പ്ലീസ് കം ടു ഇന്തോനേഷ്യ. അങ്ങനെയാണ് എനിക്ക് ആദ്യമായിട്ട് ഇന്തോനേഷ്യക്കുള്ള വാതിൽ തുറക്കുന്നത്. എന്റെ എഫേർട്ട് അല്ല, ഒന്നുമല്ല, അവരായിട്ട് തന്നെ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞത്, ഒരു കാര്യം ദൈവം നമ്മോട് സംസാരിച്ചാൽ അതിന് വഴിയും ദൈവം തുറക്കും. ദൈവത്തിന്റെ ആത്മാവിന് ചെയ്യാൻ പറ്റാത്തതൊന്നുമില്ല. ദൈവം ചെയ്യുന്ന വലിയ കാര്യങ്ങൾ ചെയ്യും, നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറത്ത്. ഇന്ന് രാത്രി അങ്ങനെ ഒരു വലിയ കാര്യത്തിന് വേണ്ടി എന്താണെന്ന് ഒരു പക്ഷെ നമുക്ക് പിടിയിട്ടുണ്ടാകത്തില്ല. ഇവൻ പത്രോസിനൊക്കെ പോലും ഇത്രയും വലിയ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ആ കർത്താവ് എന്നെ വിളിച്ചെന്ന് വലിയ ഐഡിയ ഉണ്ടായിരുന്നു. കർത്താവ് ഒരു സൂചന പോലും കൊടുത്തില്ല. കർത്താവ് ഇത്രേ പറഞ്ഞുള്ളൂ, എന്റെ ആളുകളെ മേയ്ക്കാന്നൊക്കെ പറഞ്ഞുള്ളൂ. പത്രോസിനും എല്ലാം മനസ്സിലായിരുന്നു, ഞാൻ ഒറ്റ പ്രസംഗം നടത്തും 3000 പേര് രക്ഷിക്കപ്പെടുന്നു, എല്ലാം പിടി കിട്ടിയോ. ഇതൊന്നും കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടൊന്നുമല്ല, നമ്മൾ ചിന്തിക്കുന്നതിനും കാൽക്കുലേറ്റ് ചെയ്യുന്നതിനൊക്കെ അപ്പുറത്താ ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. രാത്രി ഒരു ദൂതായിട്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുക, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ ആഗ്രഹിക്കാത്ത അല്ലെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളൊക്കെ നിങ്ങളെ കൊണ്ട് നിർത്തും. ഞാൻ ഇംഗ്ലീഷിന്റെ ഒരു വാക്ക് പോലും, ഞാൻ ആദ്യം ബൈബിൾ കോളേജിൽ പോകുമ്പോൾ ഇംഗ്ലീഷിന്റെ ഒരു സെന്റൻസ്, അന്ന് ക്ലാസ് ഒക്കെ എടുക്കുന്നതല്ല ഇംഗ്ലീഷില്ല, ചെന്നിങ്ങനെ പൊട്ടനെ പോലെ ഇരുന്ന് കേൾക്കും, ഒന്നും പിടികിട്ടത്തില്ല. അപ്പൊ ഈ സാർമാരൊരു സിസ്റ്റം ഉണ്ടാക്കി, ആദ്യം ക്ലാസ്സിൽ ചെന്നിരിക്കുന്നവർ ഇംഗ്ലീഷിൽ പ്രാർത്ഥിക്കണം. ക്ലാസ്സിൽ ചെന്നിരിക്കുന്ന ഏതെങ്കിലും ഇങ്ങനെ റൊട്ടീൻ മാറി വരും, ഇംഗ്ലീഷ് പ്രാർത്ഥിക്കണം. എനിക്കവിടെ ഇംഗ്ലീഷ് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. നമ്മളിവിടെ മലയാള സ്കൂളിലെ ഗുസ്തി കഴിഞ്ഞ് അങ്ങോട്ടാണ് ചെന്നേക്കുന്നത്. ഞാൻ എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, നീ എനിക്കൊരു പ്രാർത്ഥന എഴുതി തരണം. പുള്ളിക്കാരൻ 4 സെന്റൻസ് പ്രാർത്ഥന എനിക്ക് എഴുതി തന്നു. അത് കാണാതെ എല്ലാ ക്ലാസ്സിലും അത് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. ഇതായിരുന്നു എൻ്റെ ഇംഗ്ലീഷിന്റെ തുടക്കം. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ക്ലാസ് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, 9ലായിരുന്നു 8ലായിരുന്നു, ഒരു ദിവസം ഞാനിങ്ങനെ ഈ എക്സാം എല്ലാം കഴിഞ്ഞിട്ട് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പൊ ടീച്ചർ ഒരു മഠത്തിലെ അമ്മയായിരുന്നു. പുള്ളിക്കാരി അന്ന് ക്ലാസ്സിൽ കൈ വീശി കയറി വന്നു. മാർക്ക് ഷീറ്റ് ഒന്നും കൊണ്ടുവന്നില്ല, പേപ്പർ ഒന്നും കൊണ്ടുവന്നില്ല, നേരെ ക്ലാസ്സിൽ കയറി വന്നു. കുറെ നേരം പുള്ളിക്കാരി ഇങ്ങനെ കൈ കെട്ടി മൗനമായിട്ട് നിന്ന് കഴിഞ്ഞിട്ട് കുറെ നേരം ഒന്നും മിണ്ടുന്നില്ല. ആരും ഞങ്ങളിപ്പോ എന്നാ സംഭവിക്കുന്ന അറിയത്തില്ല. മാർക്ക് പറയാൻ വേണ്ടി ഇരിക്കുമ്പോഴത്തേന് ഇങ്ങനെ നിൽക്കുക. അവസാനം എന്നോട് പറഞ്ഞു, ബിജു ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. ഞാൻ വളരെ മാന്യനായിട്ട് പാവം കളിച്ച് എഴുന്നേറ്റ് നിന്നു. പറഞ്ഞു, മോനെ നിനക്ക് ഞാനൊരു 1 മാർക്ക് തന്നിട്ടുണ്ട്, 1/2 മാർക്കേ കിട്ടിയുള്ളൂ. നീ അരയായിട്ട് അങ്ങനെ തരുന്നെന്ന് വിചാരിച്ചിട്ട് ഞാൻ 1/2 കൂടി ഇട്ട് 1 ആക്കി തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. കാരണം ക്ലാസ് ടീച്ചറാ. ടീച്ചറിന്റെ ആകെപ്പാടെ മൊത്തം ഡിമാൻഡും പോയി, ഞാനൊരു കുട്ടി കാരണം. അതായിരുന്നു നമ്മുടെ ഇംഗ്ലീഷിന്റെ തുടക്കം. അത് ഇംഗ്ലീഷിന്റെ സബ്ജക്റ്റിനായിരുന്നു. പിന്നെ അടുത്ത വർഷം പഠിക്കണമെന്നൊക്കെ തോന്നി, പിന്നെ ഡിസ്റ്റിങ്ഷൻ മാർക്കും ഒക്കെ മേടിച്ച് അങ്ങനെ കയറിപ്പോയി. പക്ഷെ അതായിരുന്നു നമ്മുടെ തുടക്കം അവിടെ. അത് കഴിഞ്ഞപ്പോൾ ഒരു ദൈവദാസൻ എന്നോട് ദൂത് പറഞ്ഞു, സായിപ്പന്മാരുടെ മുമ്പിൽ, ഇംഗ്ലീഷുകാരുടെ മുമ്പിൽ നീ പ്രസംഗിക്കും, ഇംഗ്ലീഷ് പ്രസംഗിക്കും. അന്നൊക്കെ ആവേശത്തിൽ അതൊക്കെ നമ്മളങ്ങ് ഏറ്റെടുത്തു. പക്ഷെ കർത്താവിന്റെ കൃപയാൽ ഇന്ന് ദൈവം ആ ഒരു ലെവലിൽ അനേക രാജ്യങ്ങളിൽ പോയി പ്രസംഗിക്കാൻ കർത്താവ് കൃപ തന്നു. അനേക രാജ്യങ്ങളിൽ കർത്താവിന്റെ കൃപയാല്. ഞാൻ പറഞ്ഞത്, നമ്മുടെ ലാംഗ്വേജും ഇന്നും ആൾക്കാർ എന്നോട് അതിശയത്തോടെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്റെ ഇംഗ്ലീഷിലെ മെസ്സേജ് ഒക്കെ കേട്ടേച്ചാല് പലരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യം, നീ എങ്ങനെ ഇംഗ്ലീഷ് പഠിച്ചേ? ഉള്ളത് പറഞ്ഞ് എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ എങ്ങനെയാ പഠിച്ചെന്നുള്ളത്. പക്ഷെ കർത്താവിനൊരു പദ്ധതി ഒരാളുടെ മേലുണ്ടെങ്കിൽ കർത്താവിന് ഒരു ബാരിയറും ഇല്ല, കർത്താവിനൊന്നും തടസ്സമല്ല. എന്റെ അനുഭവം ഞാൻ ഈ പങ്കുവയ്ക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ആത്മാവിനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക.
ദൈവത്തിന് നമ്മളെക്കുറിച്ചൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതിനപ്പുറത്തുള്ള പദ്ധതികളുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇസ്രായേലിനോട് ദൈവം പറയുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പന പ്രമാണിക്കുന്നവർക്ക് ഞാൻ 1000 തലമുറ വരെ ദയ കാണിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 1, 2, 3 തലമുറയ്ക്ക് അപ്പുറം എന്റെ മക്കള്, അവരുടെ മക്കള്, അതിനപ്പുറത്തേക്ക് ചിന്തിക്കുന്ന ഏതെങ്കിലും പേരൻസ് ഉണ്ടോ? വേറെളാൻ 1, 2 പേരെങ്ങനെ ചിന്തിച്ചാലായി, ഇല്ലെങ്കിലില്ല. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ തന്നെ നേരെയാവുന്നില്ലെന്നുള്ള ചിന്തയിലിരിക്കുമ്പോഴേ ഇനി 1000 തലമുറ. കർത്താവ് പറയാ, ദൈവത്തെ സ്നേഹിക്കുന്നവന്റെ 1000 തലമുറ വരെ ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ദൈവത്തിന്റെ പദ്ധതി എന്തോ ദീർഘവീക്ഷണം നോക്കി. യേശുവിന്റെ വരവിന് ശേഷം 2000 വർഷം അതിനുശേഷം നടക്കാൻ പോകുന്ന കാര്യം വരെ കർത്താവ് പ്രീ പ്ലാൻഡാ. നമ്മുടെ കർത്താവ് അത്ര വെൽ പ്ലാൻഡാ എല്ലാ കാര്യങ്ങളും. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞെന്താണെന്നറിയോ, നമ്മളെ കുറിച്ചുള്ള ദീർഘവീക്ഷണം കർത്താവിനുണ്ട്. നാളെ എന്തോ നടക്കുന്നോന്നോ എവിടെയാ ദൈവം നമ്മളെ കൊണ്ട് നിർത്താൻ ആഗ്രഹിക്കുന്നതെന്നോ നമുക്കറിയത്തില്ലെങ്കിലും ദൈവത്തിന്റെ കൈ പദ്ധതിയുണ്ട്. ഇവിടെ ഇപ്പൊ ഇരിക്കുന്ന നമ്മളല്ലേ, നമ്മൾ കരഞ്ഞും പിഴിഞ്ഞും ഒക്കെ ഇരിക്കുന്ന ഈ നമ്മളല്ല. നമ്മുടെ അകത്തൊരു സിംഹമുണ്ട്, നമ്മുടെ അകത്തൊരു രാജാവുണ്ട്. ആ രാജാവ് ശക്തിയോടെ മഹത്വത്തോടെ നമ്മുടെ അകത്ത് വെളിപ്പെട്ടാൽ ആ വെളിപ്പെടുന്ന ഒരു ശുശ്രൂഷയും ആ ഒരു മേഖലയുണ്ട്. അതാ നമ്മൾ കാണേണ്ടത് മുമ്പില്. പ്രൈസ് ഗാഡ്. നിങ്ങളോട് തന്നെ എന്ന് പറഞ്ഞാൽ, ഈ ഇരിക്കുന്ന ഞാനൊന്നുമല്ല, ഞാനൊരു സംഭവമാണ്. ക്രിസ്തു അകത്ത് വാഴാൻ തുടങ്ങിയാൽ നമ്മളൊരു സംഭവമാണ്. നമ്മളൊക്കെ മലയാളത്തിൽ തമാശയിൽ പറയാറില്ലേ, ഞാനൊരു സംഭവമാണ്. സത്യത്തിൽ നമ്മളൊരു സംഭവമാണ്. എപ്പോഴാണെന്നറിയോ, ഇങ്ങനെ ഇരുന്ന് ചുമ്മാ ബടായി അടിക്കുന്നതല്ല. ക്രിസ്തു നമ്മുടെ അകത്ത് മഹത്വത്തോട് വെളിപ്പെട്ടാൽ നമ്മളൊരു സംഭവമാണ്. ഓക്കെ, അതെങ്ങനെ സംഭവിക്കുന്നു നിങ്ങൾ പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുക. ഓക്കെ, നമ്മൾ അവിടെ പറഞ്ഞെന്തായിരുന്നു, നമ്മൾ തെരഞ്ഞെടുത്തിട്ട് ജാതി, അത് പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയത്. ഈ ദൈവരാജ്യത്തിനകത്ത് നമ്മളെ ആക്കിയത് എങ്ങനെ? തിരഞ്ഞെടുത്ത കർത്താവാക്കിയിരിക്കുന്നത്. സോ ഐ എം എ സെലക്ടഡ് പേഴ്സൺ, ഐ എം എ ചോസൻ. ഇവിടെ ചങ്കത്തോട്ട് കൈവച്ചിട്ടൊന്ന് പറയാമോ, ദൈവം എന്നെ തിരഞ്ഞെടുത്ത. എന്തിനാ അങ്ങനെ പറയാൻ പറഞ്ഞെന്നറിയോ, നമ്മൾ ഇടയ്ക്കൊക്കെ പറയാറില്ലേ, എന്നെ ആർക്കും വേണ്ട. ചിലപ്പോ കണ്ണാടിയിലൊക്കെ ചെന്ന് നോക്കിച്ച് നമ്മൾ പറയാറുണ്ട്, വലിയ രസമൊന്നുമില്ല, ആർക്കും വേണ്ടാത്ത അല്ലേ. ഇച്ചിരി കളറങ്ങാനും കുറവാണെങ്കിൽ, ഇച്ചിരി സൗന്ദര്യം കുറവാണെങ്കിൽ നമ്മൾ തന്നെ പറയും, ഇത് എന്നതായത്. നമുക്ക് തന്നെ നമ്മളെ തന്നെ ഒരു വലിയ തൃപ്തിയൊന്നുമില്ല. പക്ഷെ കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്ത കേട്ടോ. അത് ഈ നമ്മുടെ ഗുണം കൊണ്ടൊന്നുമല്ല, നമ്മുടെ കഴിവ് കൊണ്ടിട്ടൊന്നുമല്ല. ഈ കോടിക്കണക്കിന് അല്ലെ, ഈ 700 കോടി ആൾക്കാരുള്ളതിനകത്തുനിന്ന് എന്നെ തിരഞ്ഞെടുത്തെന്ന് പറയുമ്പോൾ ഐ ആം സംതിങ് ബിഫോർ ഗാഡ്. ദൈവത്തിന് മുമ്പിൽ ഞാൻ സംതിങ്ങാ. എനിക്ക് എന്നെ തന്നെ നോക്കുമ്പോൾ ഞാനൊന്നും അല്ലായിരിക്കും. പക്ഷെ ഈ 700 കോടിക്കകത്തുനിന്ന് കർത്താവ് എന്നെ 700 കോടി എന്നൊക്കെ പറഞ്ഞ എണ്ണയാ തീരുവോ? ഇതിനകത്തുനിന്ന് കർത്താവ് എന്നെ തിരഞ്ഞെടുത്തിരിക്കുക. ഇനി ഞാൻ ഒന്നിനും കൊള്ളത്തില്ലെന്നോ എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ലെന്നൊന്നും പറയില്ല കേട്ടോ. കർത്താവ് നമ്മളെ തിരഞ്ഞെടുക്കുമ്പോൾ കർത്താവിന് അറിയാം നിന്നെ എവിടെ കൊള്ളിക്കാന്ന്. ആമേൻ. നമ്മളോട് തന്നെ പറഞ്ഞ എങ്ങാണ്ടൊക്കെ കൊള്ളാന്ന് കണ്ടിട്ടാ കർത്താവ് തിരഞ്ഞെടുത്തേ. എങ്ങോണ്ടൊക്കെ കൊള്ളിക്കാന്ന് കർത്താവിന് മനസ്സിലായി. അതുകൊണ്ടാ. ഓ ജീസസ്. ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു പിന്നെ കർത്താവ് തിരഞ്ഞെടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. ആമേൻ. അപ്പൊ നമ്മുടെ സൗന്ദര്യത്തിനൊരു മാനദണ്ഡമല്ല, നമ്മുടെ കഴിവോ നമ്മുടെ കളറോ നമ്മുടെ ജാതിയോ ഇതൊന്നും കർത്താവിന് മാനദണ്ഡമല്ല. കർത്താവിനെ അനുസരിക്കാൻ തയ്യാറാണോ? എവിടെയെങ്കിലും ഒക്കെ കർത്താവ് കൊണ്ടിട്ട് ഉപയോഗിക്കും. കർത്താവിന് അതിനുള്ള പദ്ധതി ഉണ്ട്. ഓക്കെ, ഒന്നാമത്തെ പൗലോസ് പറയുകയാണ്, അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതി. We are the chosen people. Number 2, താഴെ പറയുന്നുണ്ട് റോയൽ പ്രീസ്റ്റ്ഹുഡ്. റോയൽ പ്രീസ്റ്റ്ഹുഡ്, രാജകീയ പുരോഹിത വർഗമാണ്. നമ്മളാരാ? പക്ഷെ നമ്മൾ പ്രാർത്ഥനയ്ക്കൊക്കെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇതുപോലൊരു കരഞ്ഞു വേറെ ഇല്ലെന്ന് തോന്നും. നമ്മളാരാ? റോയൽ പ്രീസ്റ്റ്ഹുഡ്, രാജകീയ പുരോഹിത വർഗമാണ്. ചില സമയത്ത് നമ്മുടെ ഇരിപ്പും പ്രവൃത്തിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് ഏത് വർഗമാണെന്ന് തോന്നിപ്പോ. ആ പരിപാടിയെല്ലാം മാറ്റിവെച്ച് രാജകീയ പുരോഹിത വർഗമാണെന്നുള്ള ആ ഒരു കൺസിഡറേഷൻ നമുക്ക് തന്നെ കൊടുക്കണം. എന്നിട്ട് അതുപോലെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. ഒരു റോയൽ പേഴ്സൺ സംസാരിക്കണം. പിന്നെ നാളെ തൊട്ട് കസേര കയറി എഴുന്നേച്ച് ഇങ്ങനെ വലിയ ജാട കാണിക്കണം എന്നല്ല ഞാനീ പറഞ്ഞത്. ഒരു റോയൽ പേഴ്സണാലിറ്റി സംസാരിക്കുന്ന പോലെ. ഇപ്പൊ നമ്മൾ വി ആർ ദ അംബാസിഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ അംബാസിഡേഴ്സാണ് നമ്മൾ അല്ലേ. ദൈവത്തിന്റെ രാജ്യത്തിനകത്ത് അംബാസിഡേഴ്സാണ് നമ്മള്. അവന്റെ രാജദൂതന്മാരാ. എന്താ പറയുന്നത്? അംബാസിഡറിന് എന്താ മലയാളത്തിൽ പറയുന്നത്? സ്ഥാനാപതി. യെസ്, ക്രിസ്തുവിന്റെ സ്ഥാനാപതികളാണ് നമ്മള്. നിങ്ങള് ഈ എംബസിയിലുള്ള അംബാസിഡറിനെ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ഞാനും കണ്ടിട്ടില്ല. അംബാസിഡർക്ക് ഒരു രാജ്യത്ത്, ഇപ്പൊ അമേരിക്കൻ അംബാസിഡർ ഇവിടെ ഡൽഹിയിലുണ്ട്. അദ്ദേഹം അമേരിക്കൻ രാജ്യത്തെ റെപ്രസെന്റേറ്റ് ചെയ്യുന്ന ആളാ ഇന്ത്യയിൽ.
അപ്പൊ അമേരിക്കയായിട്ട് എന്തെങ്കിലും കോൺടാക്ട് വേണോ, ഡീൽ വേണോ, മുഴുവൻ ഈ അംബാസിഡർ ത്രൂ ആണ് നടക്കുന്നത്. ആ വ്യക്തി ഇവിടെ വഴി സൈഡിൽ പോയിരുന്നത് ചായ കുടിച്ചേച്ച് എല്ലാവരും കൂടെ കൂടി തമാശയൊക്കെ പറഞ്ഞ് കളിയും തമാശയും പറഞ്ഞ് ചീട്ടും കളിച്ച് അവിടെ ഇരിക്കുമോ? ഇല്ല. പുള്ളിക്കാരൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്യും. നമുക്കിതൊന്നും അറിയത്തില്ല. നമ്മളിങ്ങനെ ഇങ്ങനെയൊക്കെ രാവിലെ എഴുന്നേറ്റത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ പണി ചെയ്യുന്നു, ജീവിക്കുന്നത് കൊണ്ട് കഴിക്കുന്നു, ഇങ്ങനെയൊക്കെ നമ്മളങ്ങ് പോവാ. നോ, നമ്മുടെ ലൈഫിന് നമ്മൾ വാല്യൂ കൊടുക്കണം. വി ആർ ഇൻ ദ കിങ്ഡം. നിങ്ങൾ ദൈവരാജ്യത്തിനകത്താണെങ്കിൽ നിങ്ങളുടെ ലൈഫിന്റെ സ്റ്റാൻഡേർഡ് തന്നെ വേറെ. ഓ ജീസസ്, എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഓക്കെ, അടുത്തത് വായിക്കുന്നത് രാജകീയ പുരോഹിത വർഗം. അടുത്തെന്തുവാ? വിശുദ്ധ വംശം. ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്ന ഹോളി നേഷൻ. ഹോളി നേഷൻ ആരോടാ പറഞ്ഞത്? പുതിയ നിയമ വിശ്വാസികളോട് പത്രോസ് പറയുന്ന ഭാഗമായത്. യു ആർ ദ ഹോളി ജനറേഷൻ, ഹോളി നേഷൻ, യു ആർ ദ ഹോളി പീപ്പിൾ. ഓക്കെ, അതിനെക്കുറിച്ചൊന്നും അധികം വിശദീകരിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒത്തിരി കാര്യങ്ങൾ മുമ്പോട്ട് പറയാനുണ്ട്. ഞാൻ വേഗത്തിൽ പോട്ടെ. അടുത്തൊരു പദമാണ് അതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട കാര്യം. സ്വന്തം ധനവാകുന്നു. ഗോഡ്സ് ഓൺ പൊസഷൻ എന്ന് ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്നത്. ഗോഡ്സ് ഓൺ പൊസഷൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വത്താണ് നമ്മളാരാ? ദൈവത്തിന്റെ സ്വത്താ. ഒരുവൻ ദൈവരാജ്യത്തിനകത്ത് കയറിയാൽ ആ രാജ്യത്തിന്റെ ദൈവത്തിന്റെ സ്വത്താണ് നമ്മള്. ദൈവത്തിന്റെ രാജ്യത്തിനകത്തായതുകൊണ്ട് ആ രാജാവിന്റെ സ്വത്താ. ഗോഡ്സ് പൊസഷൻ എന്ന് എഴുതിയേക്കുന്നത്. ഗോഡ്സ് ഓൺ പൊസഷൻ, ദൈവത്തിന്റെ സ്വത്താണ് നമ്മള്. ഇതൊല്ലാം പിടികിട്ടുന്നുണ്ടോ? സ്വത്തെന്നൊക്കെ പറയാൻ നമ്മളിങ്ങനെ ഇരിക്കുക, ഇത് എന്നതാ സാധനം ഒന്നല്ലേ? സ്വത്തെന്ന് കേൾക്കുമ്പോൾ മത്ത് പിടിച്ച പോലെ നമ്മളിങ്ങനെ ഇരിക്കുക. ദൈവത്തിന്റെ സമ്പത്താ, ദൈവത്തിന്റെ സ്വത്താ നമ്മളെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം എന്നറിയാം? ഒരു രാജ്യത്തുള്ള ആ രാജ്യത്തിനകത്തെ രാജാവിന്റെ അസറ്റാണ് അവിടുത്തെ പ്രജകൾ എന്ന് പറയുന്നത്, അല്ലെ? എന്റെ രാജ്യത്തിൽ ഇത്രയും പേരുണ്ടെന്ന് പറയുന്നത് രാജാവിന്റെ സമ്പത്താ. ആ രാജാവിന്റെ എന്താണ് പറയുന്നത്? രാജാവിന്റെ സ്വകാര്യ അഹങ്കാരം. അവിടുത്തെ പ്രജകള്, അവിടുത്തെ ഒരു പ്രജയെ ഒരാളൊന്ന് തൊട്ടാൽ ആർക്കാ വേദനിക്കുന്നറിയോ? രാജാവിനെ വേദനിക്കുന്നത്. നിങ്ങളെ ഒരാൾ തൊട്ടാൽ, ഈ കിങ്ഡത്തിന്റെ പുറത്തുനിന്ന് ഒരാൾ തൊട്ടാൽ വേദനിക്കുന്നത് നിങ്ങൾക്കല്ല, നിങ്ങളെക്കാൾ വേദന ദൈവത്തിന്. കാരണം വി ആർ ദ ഗോഡ്സ് പൊസഷൻ. ദൈവത്തിന്റെ സ്വത്താ നമ്മള്, ദൈവത്തിന്റെ അവകാശമാണ് നമ്മള്. മക്കളെ, ഈ കാര്യങ്ങളൊക്കെ ഇത്രയും ഗൗരവത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടതിന് മുമ്പ് നമ്മളിങ്ങനെ എങ്ങനെ അനുഗ്രഹം പ്രാപിക്കാന്ന് പറഞ്ഞ് നടക്കുക അല്ലേ? കർത്താവ് എങ്ങനെയും എന്റെ ഈ കുറച്ച് ഒരു കടമുണ്ടെന്ന് മാറ്റി തന്നിരുന്നെങ്കിൽ എല്ലാം മാറും. ഈ കിങ്ഡത്തിനകത്താണ് ഇതെല്ലാം മാറും. രാജാവ്, the king will take care of you. ഒരു രാജാവിന്റെ നമ്മൾ ആ ഭാഗത്തിലേക്ക് പിന്നീട് വരും. ഓക്കെ, ഇനി ഒറ്റ കാര്യം കൂടെ പറയാം. ഇത്രയും കാര്യം സംഭവിക്കണമെങ്കിൽ ഗോഡ്സ് ഓൺ പൊസിഷൻ നമ്മളെ ദൈവരാജ്യത്തിന്റെ അകത്തായിരിക്കുമ്പോൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട, ദൈവത്താൽ നിയോഗിക്കപ്പെട്ട റോയൽ പ്രീസ്റ്റ് ആണ് നമ്മള്. റോയൽ പ്രീസ്റ്റ്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നതെന്ന് കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോവാം. ഞാൻ കഴിഞ്ഞ ദിവസം അതിനെ കുറിച്ചൊന്ന് സൂചിപ്പിച്ചിരുന്നു. ഈ റോമ സാമ്രാജ്യത്തിൽ സീസറിന്റെ ഭരണാധികാരത്തിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിനകത്തുള്ള ആൾക്കാരൊക്കെ വഴി നടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഗ്രീറ്റ് ചെയ്യുമ്പോൾ അവർ പറയുന്നൊരു വാക്കുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിഷ് ചെയ്യുമ്പോൾ അവർ പറയുന്നൊരു വാക്കുണ്ട്. സീസർ ഈസ് മൈ ലോർഡ്. അവർ പറയും സീസറാണ് ഞങ്ങളുടെ കർത്താവ്. അവരങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാ ഇവിടെ കുറെ പാർട്ടികൾ രക്ഷിക്കപ്പെട്ടു പറയുന്നത് ജീസസ് ഈസ് മൈ ലോർഡ്, യേശു എന്റെ കർത്താവാണെന്ന്. അവർ പറയാ ഇന്നലെ വരെ സീസർ ആയിരുന്നു എന്റെ രാജാവ്, എന്റെ കർത്താവ്. ഇന്നോട്ട് സീസർ അല്ല, ഇന്നോട്ട് കർത്താവായ യേശുവ എന്റെ രാജാവും എന്റെ കർത്താവും. പത്രോസ് പറയുന്ന പദം ഓർക്കുന്നത്, എന്റെ രാജാവും എന്റെ കർത്താവുമായുള്ളവേ. എന്റെ രാജാവും എന്റെ കർത്താവും എന്ന് പറയുമ്പോൾ എന്താ അതിന്റെ അർത്ഥം എന്നറിയാമോ? എന്നെ ഭരിക്കുന്നത് അങ്ങാ. എന്റെ രാജാവ് കർത്താവാന്ന് പറയുമ്പോ ആ വാക്കിന്റെ അർത്ഥം യു ആർ റൂളിംഗ് അതോറിറ്റി for me, or you have the ruling authority over me. എന്റെ മേലെ എന്നെ ഭരിക്കാൻ അധികാരമുള്ളത് അങ്ങേക്കാണ് നമ്മൾ പറയുന്നത്. അപ്പൊ യേശു എന്റെ രാജാവെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്തുവാ? യേശു രാജാവായതുകൊണ്ടല്ല, യേശു രാജാവ എന്റെയും കൂടെ രാജാവ എന്ന് പറഞ്ഞാൽ എന്നെ ഭരിക്കുന്ന കർത്താവാണെന്ന് അർത്ഥം. ദൈവരാജ്യത്തിനകത്ത് വന്നാൽ നമ്മുടെ ഭരണം നമ്മളങ്ങ് വിട്ടേച്ച് കർത്താവിന്റെ കൊടുക്കണം. നമ്മളെ ഭരിക്കുന്നത് നമ്മളല്ല, നമ്മളെ ഭരിക്കുന്നത് കർത്താവാണ്. ഓക്കെ, ഇനി യേശു എന്റെ കർത്താവ് എന്ന് പറയുമ്പോൾ എന്റെ അർത്ഥം എന്തുവാ? ഞാൻ കഴിഞ്ഞ ദിവസം വിശദീകരിച്ചായിരുന്നു, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കോർട്ടിലെ പദമാണത്. കോടതിയിൽ ചെല്ലുമ്പോൾ ജഡ്ജിനോട് പറയുന്ന മൈ ലോർഡ് എന്ന് പറഞ്ഞാൽ
ഞങ്ങൾ രണ്ട് പാർട്ടികൾ തമ്മിൽ വഴക്കുണ്ടാക്കി, പക്ഷേ ഫൈനൽ വേർഡ് അങ്ങ് പറയുന്നതാ. അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അങ്ങ് പറയുന്ന വേർഡ് ആയിരിക്കും ഞങ്ങളുടെ ലൈഫിലെ ഫൈനൽ വേർഡ്. എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവിനോട് പറയാം, എന്റെ കർത്താവേ എന്ന് പറയുമ്പോൾ, നീ എന്റെ കർത്താവ് എന്ന് പറയുമ്പോൾ എന്റെ ജീവിതത്തിലെ ഫൈനൽ വേർഡ് അങ്ങ് പറയുന്നത് ഞാൻ കേട്ടോളാം എന്നർത്ഥം. എത്ര ബന്ധുക്കോസാരുണ്ട് ഇങ്ങനെ പറയുന്നവര്? കർത്താവ് പറയുന്നത് മാത്രം ഞാൻ കേൾക്കുള്ളൂ എന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? നമ്മൾ കേൾക്കും, ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും, നമ്മുടെ തോന്നിയ പോലെ ആയിരിക്കും നമ്മൾ ജീവിക്കുന്നത്. നോ, തോന്നിയ പോലെ ജീവിക്കുന്ന, തോന്നിയ പോലെ വർത്തമാനം പറയുന്നവർ ദൈവരാജ്യത്തിനകത്തല്ല എന്നുള്ള വസ്തുത ഇവിടെ മനസ്സിലാക്കണം. ഇത്തരം കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി അടുത്തൊരു കാര്യത്തിലേക്ക് നമ്മൾ പോകാൻ വേണ്ടി പോവുക. നമ്മൾ തുടക്കം തൊട്ട് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ വേഗത്തിലൊന്ന് ക്രോഡീകരിച്ചെന്ന് പറയാൻ ആഗ്രഹിക്കുക. ദൈവരാജ്യത്തിനകത്ത് പ്രവേശിക്കുന്ന സമയം മുതൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. ഒന്ന്, ദൈവരാജ്യത്തിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുക. എങ്ങനെ എൻ്റർ ചെയ്യുന്നത്? എൻ്ററിങ് ഇൻ ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. എങ്ങനെ സംഭവിക്കുന്നത്? യേശു ക്രിസ്തുവാകുന്ന ഗേറ്റിലൂടെയാണ് നമ്മൾ ഈ ദൈവരാജ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. യേശുവിനെ കൂടാതെ ആർക്കും ദൈവരാജ്യത്തിനകത്ത് പ്രവേശിക്കാൻ കഴിയില്ല. ഓക്കെ, ദൈവരാജ്യത്തിനകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ ആദ്യം സംഭവിക്കുന്ന കാര്യം എങ്ങനെയാ ദൈവരാജ്യത്തിനകത്തേക്ക് നമ്മൾ പ്രവേശിച്ച് വീഴുന്നത്? കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഈ കിങ്ഡത്തിനകത്ത് ഏതെങ്കിലും രാജ്യത്ത് ജനിച്ചെങ്കിൽ മാത്രമേ ആ രാജ്യത്തിന്റെ അംഗത്വം നമുക്ക് കിട്ടൂ. ഈ രാജ്യത്തിനകത്ത് പ്രവേശിച്ചാൽ ഇതിനകത്ത് അംഗത്വം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ബോൺ അഗെയിൻ, വീണ്ടും ജനിക്കണം. വീണ്ടും ജനിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് അംഗത്വം ആകുന്നില്ല, കാണുന്നതേ ഉള്ളൂ. ഇനി അതിനകത്ത് അംഗത്വവും അവകാശവും പ്രാപിക്കണമെങ്കിൽ, ദൈവരാജ്യത്തും അനുഭവിക്കണമെങ്കിൽ എന്തോ ചെയ്യണം? നമ്മൾ ആത്മാവിൽ ജനിക്കണം. ബോൺ ഇൻ സ്പിരിറ്റ്, ആത്മാവിൽ ജനിക്കണം. ആദ്യം നമ്മൾ ബോൺ ഇൻ സ്പിരിറ്റ്, നമ്മൾ വീണ്ടും ജനിച്ചു എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെട്ടു. ആത്മാവിൽ ജനിക്കുക എന്ന് പറയുന്നൊരു പ്രോസസ് ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ആത്മാവിൽ, ബി ഇൻ സ്പിരിറ്റ്, ആത്മാവിൽ ജനിക്കുക. ആത്മാവിൽ ജനിക്കുമ്പോഴാണ് എക്സാക്ട്ലി നമ്മൾ ഈ കിങ്ഡത്തിനകത്തോട്ട് ജനിച്ചു വീഴുന്നത്, ആത്മാവിൽ. എന്നിട്ട് അവിടെ നമ്മൾ ആത്മാവിലാണ് കാര്യങ്ങളൊക്കെ സെൻസ് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്. അവിടെ ആത്മാവിൽ നമ്മൾ കർത്താവിനോട് സംസാരിക്കും, ആത്മാവിൽ കർത്താവ് നമ്മളോട് സംസാരിക്കും. ആത്മരളത്തിൽ നമ്മൾ റൂൾ ചെയ്യും. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ആ കാര്യത്തെ കുറിച്ച് സംസാരിച്ചത്. ഇനി ആ രാജ്യത്തിനകത്ത് തുടക്കം തൊട്ട് അവസാനം വരെ നമ്മളെ ഗൈഡ് ചെയ്യുന്നൊരു ഗൈഡുണ്ട്. ഈ കിങ്ഡത്തിനകത്ത് നിത്യതയിൽ നമ്മൾ എത്തുന്നത് വരെ നമ്മളെ ഒരു ഗൈഡുണ്ട്, ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ രാജ്യത്തിനകത്ത് എങ്ങനെ നടക്കണം, എന്ത് ചെയ്യണം, ആരോടൊക്കെ സംസാരിക്കണം, ഇടപെടണം, ഈ രാജ്യം എന്തുവാണ് മുഴുവൻ നമ്മളെ പഠിപ്പിക്കാൻ ഒരു ട്യൂട്ടർ നമ്മുടെ കൂടെയുണ്ട്, ഒരു ഗൈഡ് നമ്മുടെ കൂടെയുണ്ട്. നമുക്കെല്ലാം അറിയാം ആ ഗൈഡിന്റെ പേര് ഹോളി സ്പിരിറ്റ്. ആ പരിശുദ്ധാത്മാവായിട്ടുള്ള കൂട്ടായ്മ, നിരന്തര സഹായം, ബന്ധം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ആശീർവാദ ശബ്ദത്തിൽ നമ്മൾ ഇങ്ങനെ പറയുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും. അവസാനം പറഞ്ഞു നിർത്തുന്നത് എന്തുവാ? പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. മിക്കവാറും പേര് ഈ ഞായറാഴ്ച ആരാധനയൊക്കെ കഴിയുമ്പോഴേ, പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോൾ ഈ വാക്ക് കേൾക്കാൻ നിൽക്കത്തില്ല. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവായിട്ടുള്ള കൂട്ടായ്മയില്ല. നമ്മൾ ഈ പ്ലാസ്റ്റിക് കൂടും കൊണ്ടാണ് വന്നതേ. ഇപ്പോഴത്തെ കാര്യത്തിൽ ഇച്ചിരി മുമ്പോട്ടുള്ള കാര്യം, പ്ലാസ്റ്റിക് കൂടിനകത്ത് ബൈബിൾ വെച്ചോണ്ടാണ് വന്നത്. ഈ ആശീർവാദം പറയുന്ന സമയത്ത് കിരികിരിന്നൊരു ശബ്ദം കേൾക്കാം. എന്താണെന്നറിയോ? ഈ ബൈബിൾ എടുത്ത് പ്ലാസ്റ്റിക് കൂടിനകത്ത് വെക്കുന്ന, അല്ലെങ്കിൽ സിബാണെങ്കിൽ സിബ് വലിക്കുന്ന ഒച്ച കേൾക്കാം. ബൈബിൾ ഇതിനകത്ത് ഇടാനുള്ളത് തത്രപ്പാടാ. എടാ, ഈ 3 മണിക്കൂർ ഇവിടെ ഇരുന്ന പിന്നെ 2 മിനിറ്റ് കൂടെ ആശീർവാദം പറയാൻ എന്തോ സമയം എടുക്കും? അങ്ങേയറ്റം 2 മിനിറ്റ് 3 മിനിറ്റ്. ആ 3 മിനിറ്റ് കൂടെ ഒന്ന് വെയിറ്റ് ചെയ്തുകൂടെ? ചെന്തോത്തെടുക്കവാ. അവിടെ പറയുന്നത് എന്തുവാ? കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ. ഇത് കേൾക്കാത്തതുകൊണ്ട് അതൊട്ടില്ല. പിതാവായ ദൈവത്തിന്റെ സ്നേഹം അതൊട്ടുവേ ഇല്ല, കാരണം ഇത് കേൾക്കാറില്ലല്ലോ. പിന്നെ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ, ഇത് കേട്ടാലല്ലോ കൂട്ടായ്മ ഉണ്ടാവും. അപ്പൊ ഈ നമ്മൾ പറയുന്ന ആശീർവാദ വചനം, ആശീർവാദം എന്ന് പറഞ്ഞാൽ എന്തുവാ? അനുഗ്രഹവചനം. അനുഗ്രഹവചനം കേൾക്കാത്തത് കൊണ്ട് ആ അനുഗ്രഹം ഇല്ലെന്താണ് ജീവിതത്തിൽ. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നമ്മൾ വാല്യൂ കൊടുക്കുന്നെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ എല്ലാ പരിപാടി നിർത്തിവെച്ച് ആശീർവാദം പറഞ്ഞ് ആമേൻ പറഞ്ഞിട്ട് ഞാൻ എന്റെ ബാഗ് എടുത്ത് ബൈബിൾ വെക്കുന്നുണ്ടെന്നൊന്നും തീരുമാനിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നമുക്കെത്ര തുടുക്കമെന്നറിയാം. എങ്ങനെയുള്ള ഒന്ന് വീട്ടിൽ ചെന്നാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വരുന്നത് തന്നെ അല്ലേ? ഇങ്ങനെയുള്ള ചെറിയ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ ഈ കിങ്ഡത്തിനകത്ത് മാറ്റണം. ഓക്കെ, അപ്പൊ നമ്മളെ നിത്യത വരെ കിങ്ഡത്തിനകത്ത് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിത്യത വരെ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ആരാ? പരിശുദ്ധാത്മാവ്. അപ്പൊ ആ പരിശുദ്ധാത്മാവുമായിട്ട് നിരന്തര കൂട്ടായ്മ നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി ദൈവരാജ്യത്തിനകത്ത് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യത്തെ കുറിച്ച് ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുക. കർത്താവ് പറഞ്ഞു, മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. റൈച്ചസ്നെസ്. ദൈവത്തിന്റെ രാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല, പരിശുദ്ധാത്മാവിൽ സന്തോഷമാണ്, അത് നീതിയാണ്. ഓക്കെ, ദൈവരാജ്യത്തിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യമായ ഒരു ഘടകമാണ് റൈച്ചസ്നെസ് എന്ന് പറയുന്നത്. നീതിമാൻ. നമ്മളെ ക്രിസ്തുവിലൂടെ, നമ്മുടെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിന്റെ നീതി
വന്നു. ക്രിസ്തുവിനാൽ നമ്മൾ നീതീകരിക്കപ്പെട്ടു. നീതീകരിക്കപ്പെട്ട ഒരാളാണ് നീതിമാൻ. ആ നീതിമാനാണ് ദൈവരാജ്യത്തിനകത്തുള്ളത്. ആ നീതിമാനെ കുറിച്ച് പഴയ നിയമത്തിൽ ഒത്തിരി ഇടങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എന്റെ നീതിമാനു വേണ്ടി ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ഒത്തിരി പഴയ നിയമത്തിനകത്ത് കാണുന്നുണ്ട്. പുതിയ നിയമത്തിനകത്ത് ഒത്തിരി ഭാഗങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. എന്റെ നീതിമാന്റെ സന്തതി അപ്പം ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ തുടങ്ങി അനേക വചനങ്ങളുണ്ട്. എന്റെ നീതിമാൻ വീണാലും നിലം പരിചാകയില്ല. ഇതൊക്കെ ദൈവിക അനുഗ്രഹങ്ങൾ മുഴുവൻ ലഭിക്കുന്നത് ആർക്കാന്നറിയാമോ? ഒരു നീതിമാന് മാത്രമേ ലഭിക്കത്തുള്ളൂ. ചിലപ്പോൾ നീതിമാന്മാർക്ക് കിട്ടുന്ന കൂട്ടത്തിൽ ചിലപ്പം മറ്റുള്ളവർക്കും കൂടെ കിട്ടും. കാരണം കർത്താവ് പറഞ്ഞല്ലോ, അവൻ നീതിമാന്മാരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും മഴ പെയ്യ്ക്കുന്നു. അപ്പൊ നീതിമാന് കിട്ടുന്ന അനുഗ്രഹത്തിന്റെ ചാറ്റമഴ ബാക്കിയുള്ളവർക്ക് കിട്ടുന്നത്. റിയൽ അനുഗ്രഹം ആർക്കാ കിട്ടുന്നേ? നീതിമാനാ കിട്ടുന്നത്. ആ നീതിമാനാണ് നിത്യതയിൽ പ്രവേശിക്കുന്നത്. നീതിമാന്മാരാണ് ദൈവരാജ്യത്തിനകത്ത് വാഴുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. ഇപ്പൊ വാക്യങ്ങളൊക്കെ കണക്ട് ആയി വരുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇതെല്ലാം സംഭവിക്കുന്നത് എവിടാ? ഇസ് ഇൻ ദ കിങ്ഡം ഓഫ് ഗാഡ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, മുൻപേ അവന്റെ രാജ്യവും നീതിയും എന്ത് ചെയ്യണം? അന്വേഷിക്കണം. ഇനി എന്തുവാ നീതി എന്ന് ഞാൻ വേഗത്തിലൊന്ന് പറയാം. നീതി എന്ന് പറഞ്ഞാൽ റൈച്ചസ് ആകുക, നീതിമാനാക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനൊരു തെറ്റ് ചെയ്തു എന്ന് വിചാരിച്ചു. ലോകക്കാരുടെ മുമ്പിൽ, കോടതിയുടെ മുമ്പിൽ ഞാനൊരു തെറ്റുകാരനാണ്. ആ തെറ്റുകാരൻ എന്തുണ്ട്? ശിക്ഷയുണ്ട്. തെറ്റ് ചെയ്ത വ്യക്തി ശിക്ഷിക്കപ്പെടണം. അതൊരു കോടതിയുടെ നിയമമാണ്. അതൊരു ധാർമ്മിക നിയമമാണ്. അല്ലെങ്കിൽ ദൈവത്തിന്റെ നീതി പറയുന്നൊരു കാര്യമാണ്. തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം. ഇപ്പം സകല മനുഷ്യനും നമ്മൾ എങ്ങനെ ഭാവിയായത്? എങ്ങനെ പാപത്തെ നമ്മൾ രണ്ട് രീതിയിൽ പറയാറുണ്ട്. ജന്മനാ പാപവും കർമ്മനാ പാപവും. പറഞ്ഞാൽ നമ്മൾ ചെയ്ത തെറ്റുകൾ കൊണ്ട് ജന്മന വന്നു. ഇപ്പൊ നമ്മളാരും ചെയ്ത തെറ്റുകൊണ്ട് മാത്രമല്ല നമ്മൾ പാപികളായത്. നമ്മൾ പാപികളായത് എങ്ങനെയാ? ആദാമ്യ വർഗത്തിൽ ജനിച്ചതുകൊണ്ട് ആദാമ്യ പാപം നമ്മുടെ മേൽ തുടങ്ങുന്നുണ്ട്. ആ നമ്മുടെ ബ്ലഡിനകത്ത് തന്നെ ആ ഒരു പാപത്തിന്റെ കണിക ഉണ്ട്. നമ്മൾ ജനിക്കുന്നത് അങ്ങനെയാ. സകല മനുഷ്യരും പാപികളാ. ദൈവത്തിന് മുൻപാകെ നമ്മളെല്ലാവരും തെറ്റുകാരാ. ആ തെറ്റുകാർ ആയതുകൊണ്ട് തെറ്റിനൊരു പണിഷ്മെന്റ് കൂടെ ഉണ്ട്. അപ്പൊ നമ്മളെല്ലാം തെറ്റിന് വേണ്ടി വിധിക്കപ്പെട്ടവരാ. അപ്പൊ ഞാനൊരു തെറ്റ് ചെയ്തു, ആ തെറ്റിന് വേണ്ടി കോടതി എന്നെ വിധിച്ചെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പകരം ഒരാൾ വന്നിട്ട് പറയുന്നു, ഈ തെറ്റിവനല്ല ചെയ്തേ, ഞാനാ ചെയ്തേ എന്ന് പറഞ്ഞാൽ ആ തെറ്റ് വേറൊരാൾ ഏറ്റെടുക്കുക. അങ്ങനെ ഏറ്റെടുത്ത് ഞാനാണ് തെറ്റ് ചെയ്തതെന്ന് ഒരാൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ കോടതിക്ക് ആ വ്യക്തിയെ പിന്നെ ശിക്ഷിക്കാൻ പറ്റത്തില്ല. തെറ്റ് ചെയ്തത് ആ വ്യക്തി ആയിരിക്കാം, പക്ഷെ പകരം ഒരാൾ അതിനെ ഏറ്റെടുത്താൽ ആ വ്യക്തി പിന്നെ ശിക്ഷിക്കാൻ നിയമമില്ല, ശിക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം വേറൊരാൾ പറഞ്ഞു അത് ഞാനാ ചെയ്തേ. കാരണം കോടതി നേരിട്ട് കണ്ടിട്ടില്ല. ഇവിടെ നമ്മൾ നമ്മുടെ പാപം ചെയ്ത് നമ്മുടെ ജീവിതം ഇങ്ങനെ നയിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു വന്ന് കാൽവരി ക്രൂശിൽ മരിച്ചിട്ട് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്ന സകലവരും എന്റെ ഈ ക്രൂശ് മരണം നിമിത്തം നീതിമാന്മാരാകുക, വിശുദ്ധന്മാരാകുക. എങ്ങനെയാണെന്നറിയാം? എന്റെയും നമ്മുടെ എല്ലാവരുടെയും പാപം അവന്റെ മേലായി. അവൻ പാപി അല്ലായിരുന്നു. അവൻ പാപി അല്ലാതിരിക്കുമ്പോൾ നമ്മുടെ പാപം അവന്റെ മേലായി. അവൻ നമുക്കെല്ലാവർക്കും വേണ്ടി ആ ക്രൂശിൽ നമുക്ക് വേണ്ടി നമ്മുടെ നീതിയായി മാറി നമുക്ക് വേണ്ടി അവൻ ശിക്ഷ അനുഭവിച്ചു. എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത പാപത്തിന് പകരം യേശു ആ പാപം ഏറ്റെടുത്ത് നമ്മുടെ ശിക്ഷ അവന്റെ മേലായി. അവന്റെ മേലായതുകൊണ്ട് കോടതി എന്നോട് പറഞ്ഞു, നീ ഇന്ന് തൊട്ട് നീതിമാനാ, നിനക്ക് നീതി ലഭിച്ചിരിക്കുന്നു. യു ആർ എ റൈച്ചസ് പേഴ്സൺ. ഇതാണ് നീതി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ശിക്ഷയ്ക്ക് അർഹിക്കപ്പെട്ടവനെ ആ ശിക്ഷയ്ക്കകത്തുനിന്ന് വേറൊരാൾ പകരം ആ പാപം ഏറ്റെടുത്ത് അവനെ സ്വതന്ത്രനാക്കും. ഞാൻ തെറ്റ് ചെയ്യാത്തത് കൊണ്ടല്ല ഞാൻ ഇന്ന് ശിക്ഷയില്ലാതെ നടക്കുന്നത്, ഒരാൾ പകരം എന്റെ പാപം ഏറ്റെടുത്തത് കൊണ്ടാണ്. അങ്ങനെ ഈ നീതിയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഇതാണ് റൈച്ചസ്നെസ്. ഞാൻ നീതിമാനായി. ഇന്ന് ഞാൻ നീതിമാനായത് എന്റെ സ്വന്തം നീതി കൊണ്ടല്ല, എന്റെ സ്വന്തം പ്രവൃത്തി കൊണ്ടല്ല. യേശു എന്റെ പാപം ഏറ്റെടുത്തതുകൊണ്ട് ഞാൻ നീതിമാനായി മാറി. പ്രൈസ് ഗോഡ്. ഓക്കെ, അപ്പൊ ദൈവരാജ്യത്തിനകത്ത് പ്രവേശിക്കുമ്പോൾ ദൈവം ഡിക്ലെയർ ചെയ്യുക, മോനെ നിന്റെ പാപം ഞാൻ ഏറ്റെടുത്തു. പാപം ഏറ്റെടുത്തു എന്നല്ല, നിന്റെ പാപത്തിന്റെ ശിക്ഷ ഞാൻ ഏറ്റെടുത്തു.
നീ സ്വതന്ത്രനായി. ഇനി ദൈവരാജ്യത്തിനകത്ത് നിനക്ക് സ്വഹേഷ്ടം യഥേഷ്ടം വിഹരിക്കാം. ദൈവരാജ്യത്തിനകത്ത് നീതിയുണ്ട്. ആ നീതിയുടെ അവകാശിയായിട്ട് ഞാൻ മാറിയത് എങ്ങനാ? യേശു എന്നെ നീതിമാനാക്കിയത് കൊണ്ടാണ്. യേശു എന്റെ പാപം ഏറ്റെടുത്ത് എന്നെ നീതിമാനാക്കിയത് കൊണ്ട് ഞാൻ ദൈവരാജ്യത്തിനകത്ത് ഇന്ന്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, റൈച്ചസ്നസ്. ഇനി ആ നീതിക്കകത്ത് കണ്ടിന്യൂ ചെയ്യാന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. ഇനി നമ്മൾ ആ പാപം ചെയ്യാതെ ഈ നീതിക്കകത്ത് കണ്ടിന്യൂ ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ കർത്താവ് പറഞ്ഞത്, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ തെറ്റും പരിപാടിയും ചെയ്യാൻ പോകരുത്, ആ പഴയ പരിപാടി ചെയ്യാൻ പോകരുത്. അങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ പലപ്പോഴും പലതിനോടും നമുക്ക് നോ പറയേണ്ടി വരും. അപ്പൊ ആൾക്കാർ നമ്മളെ ത്യജിക്കും, ആൾക്കാർ നമ്മളെ ടാർഗറ്റ് ചെയ്യും, അവർ നമ്മളോട് പലതും പറഞ്ഞു തന്നിരിക്കും, അവർ നമ്മളെ ശിക്ഷിച്ചെന്നിരിക്കും, അവർ നമുക്ക് വേണ്ടി ദോഷം നിരൂപിച്ചെന്നിരിക്കും. അതിനെ കണ്ടുകൊണ്ടാണ് വചനം പറയുന്നത്, യേശു പറയുന്നത്, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. ഓക്കെ, ഇതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് ചേർത്ത് പറഞ്ഞോട്ടെ. ആദ്യ ക്ലാസ്സിൽ പറയേണ്ടതായിരുന്നു, അതൊന്ന് ചേർത്ത് ഞാൻ ഇവിടെ നിന്ന് പറയാൻ ആഗ്രഹിക്കാം. എന്തുകൊണ്ടാണ് നമ്മള് പുതിയ നിയമത്തിന്റെ സന്ദേശം പറയുന്നത്? പുതിയ നിയമത്തിന്റെ സന്ദേശം പറയുന്നത്, പുതിയ നിയമത്തിനകത്ത് മുമ്പ് പറഞ്ഞാലും തോന്നുന്നു, പുതിയ നിയമത്തിൽ നമുക്ക് പ്രസംഗിക്കാനുള്ള ടോപ്പിക്കുകൾ എന്തൊക്കെയാ? യേശുവിനെ കുറിച്ച് പ്രസംഗിക്കണം, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പ്രസംഗിക്കണം, ഈ രാജ്യത്തിൽ നടക്കേണ്ടത് എങ്ങനെയാ എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പ്രസംഗിക്കണം. മത്തായി സുവിശേഷം 5-ാം അധ്യായം വിശദീകരിക്കാൻ സമയം ഉണ്ടെങ്കിൽ വിശദീകരിക്കാം, അല്ലെങ്കിൽ സമയമില്ലാതെ പിന്നീട് വായിച്ചാൽ മതി. ഈ ദൈവരാജ്യത്തിനകത്ത് നടക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് മത്തായി സുവിശേഷം 5-ാം അധ്യായം തൊട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ദൈവരാജ്യത്തിനകത്ത് എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ കർത്താവ് ഗിരിപ്രഭാഷണത്തിലൂടെ പറഞ്ഞു തരുന്നത്. അവസാനം കർത്താവ് എന്താ പറഞ്ഞു? ഞാൻ നിങ്ങളെ ഉപദേശിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം നിങ്ങൾ ഉപദേശിക്കണം എന്ന് പറഞ്ഞാൽ ഈ ദൈവരാജ്യത്തിനകത്ത് നീതിമാനായിട്ട് എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നിങ്ങൾ ജനത്തെ പഠിപ്പിക്കണം. അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചിലപ്പം ഉപദ്രവം നേരിടേണ്ടി വരും. കർത്താവിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ ഉപദ്രവം നേരിടേണ്ടി വരും, പ്രതിസന്ധികൾ ഉണ്ടാകും. അതിനെയാണ് നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാരെന്ന് കർത്താവ് പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ എത്ര കാര്യമായി? നമ്മുടെ ദൈവരാജ്യത്തിനകത്ത് എൻട്രി ചെയ്തു, യേശു മുഖാന്തരം എൻട്രി ചെയ്തു, വീണ്ടും ജനിച്ചു, ആത്മാവിൽ ജനിച്ചു, വെള്ളത്താൽ ജനിച്ചു, നമ്മൾ ഇതിനകത്ത് എൻട്രി ചെയ്തു. ആ എൻട്രി ചെയ്ത നിമിഷം മുതൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യുക. അടുത്ത കാര്യം, നമ്മളിവിടെ എൻട്രി ചെയ്തപ്പോൾ നമ്മളെ കർത്താവ് നീതിമാനായിട്ട് ഡിക്ലെയർ ചെയ്തു. അപ്പൊ ദൈവരാജ്യത്തിനകത്ത് നമ്മൾ ആരാ? നീതിമാന എന്ന് പറഞ്ഞാൽ, നീതിമാനാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നേക്കുമായിട്ടുള്ള പെർമനന്റ് ഇറ്റേണൽ ഡെത്തിൽ നിന്ന് കർത്താവ് നമ്മളെ രക്ഷിച്ചു എന്നർത്ഥം. ഇറ്റേണൽ ഡെത്തിനകത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്തു? ഫ്രീ ആയി. അതാണ് നീതിമാനായി എന്നുള്ളതിന്റെ കോർ ഫാക്ട്. അതാ ഞാൻ നിത്യമായ ഇറ്റേണൽ ഡെത്ത് എന്ന് പറയുന്നത് എന്തുവാ? നരകം. ആ നരകത്തിൽ പോകേണ്ടിയിരുന്ന എന്നെ കർത്താവ് ആ നിത്യശിക്ഷയ്ക്കകത്തുനിന്ന് രക്ഷപ്പെടുത്തി. ഇറ്റേണൽ ഡെത്തിനകത്തുനിന്ന് ഞാൻ രക്ഷപ്പെട്ടു. അതാണ് നീതിമാനാകുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. ഇനി എന്തോ ചെയ്യണം? ഈ ദൈവരാജ്യത്തിനകത്ത് നല്ലപോലെ ജീവിക്കണം. എങ്ങനെ ജീവിക്കണം? മത്തായി സുവിശേഷം 5, 6, 7 അധ്യായം പറയുന്ന പോലെ ജീവിക്കണം. അതിന്റെ ബാക്കി ഭാഗങ്ങള് ലേഖനങ്ങളിൽ കാണാൻ പറ്റും, മറ്റു സുവിശേഷങ്ങളിൽ കാണാൻ പറ്റും. അതുപോലെ നമ്മള് ദൈവരാജ്യത്തിനകത്ത് ജീവിക്കണം. ഓക്കെ, ഇനി ഈ കിങ്ഡത്തിനകത്ത് വരുമ്പോൾ, ഈ കിങ്ഡത്തിനകത്ത് എല്ലാ രാജ്യത്തിനും അതിൻ്റെതായ ഒരു ലാംഗ്വേജ് ഉണ്ടല്ലേ? ദൈവരാജ്യത്തിനകത്ത് ലാംഗ്വേജ് വല്ലതും ഉണ്ടോ? ഇവിടുത്തെ കിങ് ആരാ? ഇവിടുത്തെ കിങ് ദൈവം. രാജാവുമായിട്ട് സംസാരിക്കാൻ വല്ല ലാംഗ്വേജും ഉണ്ടോ? അവിടെ ഒരു ലാംഗ്വേജ് ഉണ്ട്. അത് ലോകത്തിൽ ആർക്കും പിടികിട്ടത്തില്ല. നമുക്കും കർത്താവിനും മാത്രമേ പിടികിട്ടുള്ളൂ. നമുക്കും പോലും നമ്മുടെ ബുദ്ധിക്കും പലപ്പോഴും പിടികിട്ടത്തില്ല. നമ്മുടെ ആത്മാവ് ദൈവത്തോട് സംസാരിക്കുന്ന ലാംഗ്വേജ് ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ടങ്സ്, അന്യഭാഷ. ഒരു ഭാഷ കൂടെ കർത്താവ് നമുക്ക് ഈ രാജ്യത്തിനകത്ത് തന്നു. ഇനി അടുത്ത കാര്യം, ഈ രാജ്യത്തിനകത്ത് ഈ കാര്യം ഞാൻ ഇടയ്ക്ക് ഓർപ്പിച്ചെന്ന് വിചാരിക്കുന്നു, ഈ ഒരു രാജ്യത്തിനകത്ത് താമസിക്കുമ്പോൾ ആ രാജ്യത്തിലെ പ്രജകൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ്? രാജാവിന്റെ ഉത്തരവാദിത്വം. സൈന്യങ്ങളെ വികസിപ്പിച്ച്, സൈന്യങ്ങളെ എല്ലായിടത്തും വിന്യസിപ്പിച്ച് അവർക്ക് ജനത്തിന് വേണ്ടുന്ന പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത്, അന്യ രാജ്യക്കാർ വന്നവരെ ആക്രമിക്കാതെ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് ഈ രാജാവിന്റെ ഉത്തരവാദിത്വമാണ്. അപ്പൊ എന്റെയും നിങ്ങളുടെയും പ്രൊട്ടക്ഷൻ ആരുടെയില്ല? ഓ ജീസസ്, ഇന്ന് രാത്രി ഒരു ആത്മിക ഒരു വെളിപ്പാട് നമ്മുടെ അകത്ത് അങ്ങനെ ഉണ്ടാകട്ടെ. എന്നെ സൂക്ഷിക്കുന്നത് എന്റെ കർത്താവാ, എന്നെ സംരക്ഷിക്കുന്നത് എന്റെ രാജാവായ കർത്താവിന്റെ ഉത്തരവാദിത്വമാണ്.
സ്വർഗത്തിലെ ദൈവത്തിന്റെ ഉത്തരവാദിത്വമാണ് എന്നെ നിങ്ങളെയും ഈ ലോകത്തിൽ സംരക്ഷിക്കേണ്ടത്. ഒരു ദുഷ്ടന്റെ കയ്യിലും പെടാതെ, ഒരു ശത്രുവും നമ്മളെ അപഹരിച്ചുകൊണ്ട് പോകാതെ, ഒരു പൈശാചിക മണ്ഡലങ്ങളും നമ്മളെ തകർത്ത് കളയാതെ ഈ രാജ്യത്തിനകത്ത് നമ്മെ സുരക്ഷിതരായി വെക്കേണ്ടത്, ആ സുരക്ഷിതരായി ഇരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമൊന്നുമല്ല. കർത്താവ് നമ്മൾ രാജ്യത്തിന്റെ പൗരനാണോ, രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് ജീവിച്ചോ, നമ്മെ കുറിച്ചുള്ള പൂർണ്ണ സുരക്ഷയുടെ ഉത്തരവാദിത്വം നമ്മുടെ കർത്താവിനാണ്. ആമേൻ. അങ്ങനെ ഒരു സ്വർഗീയ സുരക്ഷ തന്ന കർത്താവിന് ഒരു പ്രാവശ്യം ഒന്ന് നന്ദി പറയാമോ? കർത്താവിനോട് പറഞ്ഞു താങ്ക് യു, എനിക്ക് അങ്ങനെ ഒരു വലിയ സ്വർഗീയ. നമ്മള് ഈ ലോകത്തിലെ ഒരു ഗവർണർക്കും, ഈ ലോകത്തിലെ ഒരു പ്രധാനമന്ത്രിക്കും, ഈ ലോകത്തിലെ ഒരു പ്രസിഡന്റിനും ഇല്ലാത്ത പ്രൊട്ടക്ഷനാണ് നമുക്കുള്ളത്. ഹെവൻലി പ്രൊട്ടക്ഷൻ. ഹെവൻലി ഏഞ്ചൽസ് ആർ വാക്കിംഗ് വിത്ത് us. സ്വർഗീയ ദൂതന്മാരെ നമ്മുടെ കൂടെ ചലിക്കുന്നത്. ഈ ലോകത്തിലെ ഏത് മന്ത്രിമാർക്കുണ്ട് അങ്ങനത്തെ പ്രൊട്ടക്ഷൻ? ഹല്ലേലൂയ. ഈ ലോകത്തിലെ എല്ലാ പ്രൊട്ടക്ഷനെയും മറികടന്ന് ആർക്കും ആരെയും അറ്റാക്ക് ചെയ്യാം. പക്ഷെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കണ്ണിൽ പെടാതെ ഒരു മനുഷ്യനും നമ്മളെ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അറിയോ? യെസ്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ അനുഭവിക്കുന്നവർ നമ്മളാ. ഒരു ഗൺമാനും കൂടെ ഇല്ലെങ്കിലും ഒരു ശത്രുവിനും നമ്മളെ തൊടാൻ പറ്റത്തില്ല. പ്രൈസ് ഗാഡ്. അടുത്തത്, ഈ രാജ്യത്തെ താമസിക്കുമ്പോൾ നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്ന സ്വർഗമാണ്, നമ്മുടെ രാജാവാ. ഇനി ഈ രാജ്യത്ത് താമസിക്കുമ്പോൾ നമ്മൾ പട്ടിണി കിടന്നാൽ ആർക്കാ നാണക്കേട്? രാജാവിന് നാണക്കേട്. ആ രാജാവിന്റെ കാലത്ത് മൊത്തം പട്ടിണിയായിരുന്നു. രാജാവിന് താല്പര്യമുണ്ട് അങ്ങനെ പറഞ്ഞു കേൾക്കാൻ? നോ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ രാജ്യത്തിൽ, ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് വേണ്ടുന്ന എല്ലാ പ്രൊവിഷനും, നമുക്ക് വേണ്ടുന്ന, മലയാളത്തിൽ പറഞ്ഞ റേഷൻ തരേണ്ടത് മൊത്തം കർത്താവിന്റെ ഉത്തരവാദിത്വമാണ്. രാത്രി ഒന്ന് വിശ്വസിച്ച്, എന്റെ റേഷൻ മൊത്തം പ്രൊവൈഡഡ് ഫ്രം ഹെവൻ. എനിക്കുള്ള റേഷൻ മൊത്തം ഹെവൻലി പ്രൊവൈഡഡാ. ഹല്ലേലൂയ. എന്റെ സ്നേഹിതനൊരു ദേവദാസനുണ്ടായിരുന്നു. ഒരിക്കൽ നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ഉള്ളിക്കൊക്കെ 200 രൂപ വില വന്ന് ഓർക്കുന്നുണ്ടോ? സവോളയ്ക്ക് 200 രൂപയൊക്കെ വില വന്ന് ഓർക്കുന്നുണ്ട്. അന്ന് ആ ദേവദാസൻ പറഞ്ഞൊരു കാര്യം എന്റെ മനസ്സിൽ ഭയങ്കരമായിട്ടൊക്കെ പതിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എടാ ഞാനൊരു ദേവദാസനാ, ഞാൻ കർത്താവിന്റെ വേല ചെയ്യുന്ന ആളാ. ഉള്ളിക്ക് 200 രൂപ വില വന്നാലും ഉള്ളിക്ക് 10 രൂപ വില ഉള്ളതിലും എന്നെ പോറ്റുന്ന എന്റെ കർത്താവാ. ഞാൻ പിന്നെ ഇതിനെ ടെൻഷൻ അടിക്കുന്നത്. എല്ലാരും പറഞ്ഞാ ഉള്ളിക്ക് വിലയായി 100 200 ഇങ്ങനെ വില കൂടിക്കൊണ്ട് ഇങ്ങനായി, അങ്ങനെ ആൾക്കാരെല്ലാം ചർച്ച ചെയ്യാ. പുള്ളി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റാ, ഉള്ളിക്ക് 200 വന്നാലും എന്നെ പോറ്റുന്ന എന്റെ ദൈവ, അത് വില ഇല്ലാതെ പോറ്റുന്ന എന്റെ ദൈവ, ഞാൻ എന്തിനാ ടെൻഷൻ എടുക്കുന്നത്? പ്രൈസ് ഗാഡ്. അങ്ങനെയൊക്കെ ഉള്ളൊരു കോൺഫിഡൻസ് നമ്മുടെ അകത്തുണ്ടാകട്ടെ, അങ്ങനെയൊക്കെ ഒരു വിശ്വാസം നമ്മുടെ അകത്തുണ്ടാകട്ടെ. എന്റെ ദൈവം എത്ര നല്ലവരാ അല്ലേ. നമ്മുടെ റേഷൻ മൊത്തം എവിടുന്ന കിട്ടുന്നേ? റേഷൻ സ്വർഗത്തിൽ നിന്ന് കിട്ടുന്നു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, ഈ കിങ്ഡത്തിനകത്ത് കയറിയാൽ പിന്നെ നാളെ കുറിച്ച് വിചാരപ്പെടല്ലെന്ന്. ഇപ്പൊ നാളെ കുറിച്ച് വിചാരപ്പെട്ടുകൊണ്ട് കരഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്നവർ ഓർത്തോ കിങ്ഡത്തിനകത്തല്ലെന്ന് അർത്ഥം. എന്റെ രാജാവ് ജീവനോടുണ്ടെങ്കിൽ, രാജാവ് ജീവനോടുണ്ടോ നമ്മൾ പട്ടിണി കിടക്കത്തില്ല. ഇനി പറയുന്നതിന്റെ ആത്മീയ അർത്ഥങ്ങളും അതിന്റെ ആഴങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ഗാഡ്. പറഞ്ഞേ, ഞാൻ പട്ടിണി കിടക്കത്തില്ല, കാരണം എന്റെ രാജാവ് ജീവിക്കുന്നു. നമ്മൾ പാട്ട് പാടാറില്ലേ? Because he lives, I can face tomorrow. Because he lives, all fear is gone. Because I know, as I know, he holds my future. My life is worth the living just because he lives. താൻ വാഴുകയാൽ ആകുലമില്ല നാളെയെന്ന് ഭീതിയില്ല. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോ താൻ. എത്ര ധന്യമേ ലോക ജീവിതം. കർത്താവ് വാഴുകയാണെങ്കിൽ ഈ ലോക ജീവിതം സന്തോഷമാണ്. കർത്താവ് വാഴുന്നില്ല, നമ്മൾ രാജ്യത്തിനകത്തല്ല, തേരാപ്പാരെ ഇതിലേക്ക് നടന്നാൽ ആ പടെ കട്ടപ്പുകയായിരിക്കും നമ്മുടെ ജീവിതം, അല്ലേ? പിള്ളേരുടെ ഭാഷ പറഞ്ഞാല്. സോ മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഇൻ ദ കിങ്ഡം ഓഫ് ഗാഡ്. ഞാൻ ദൈവരാജ്യത്തിനകത്താണ്. ദൈവരാജ്യത്തിന്റെ നന്മകളാണ് ഞാൻ അനുഭവിക്കുന്നത്. എന്റെ രാജാവ് ജീവനോടെ ഉണ്ട്. എന്റെ രാജാവാണ് എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. എന്റെ രാജാവാണ് എനിക്ക് വേണ്ടതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു ഉത്തമ ബോധ്യം നമ്മുടെ അകത്തുണ്ടാകണം. അപ്പോഴാ കർത്താവ് പറഞ്ഞത്, വയലിലെ താമരയെ നോക്ക്, അത് വിതയ്ക്കുന്നില്ല. ആകാശത്തിലെ പറവകളെ നോക്ക്, അത് കൊയ്യുന്നില്ല, വിതയ്ക്കുന്നില്ല, കൂട്ടിവെക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. എങ്കിലും എന്റെ ദൈവമായ കർത്താവ് എല്ലാം പോറ്റുന്നു. ഇത് രാജ്യത്തിനകത്തുള്ള ബ്ലെസ്സിങ്ങാ. ഇത് എന്തോ സന്തോഷമല്ലേ. ചുമ്മാ നിന്നാ മതി, വിശ്വസിച്ചങ്ങ് നിന്നാ മതി. സ്വർഗീയ പ്രൊവിഷൻസ് കർത്താവ് തരും. സ്വർഗീയ വഴികൾ ദൈവം തുറക്കും. നമുക്ക് വഴി തുറക്കുന്നത് ദൈവ
ദൈവത്തിന്റെ ഫേവർ എന്നാണ് അതിന് പറയുന്നത്. ഡിവൈൻ ഫേവർ ഉണ്ടെങ്കിൽ മനുഷ്യന് നമ്മളോട് ഫേവർ കാണിക്കും, അസാധാരണ ഫേവർ കാണിക്കും. മെലീറ്റ ദ്വീപിലൊക്കെ ചെന്നപ്പോൾ പൗലോസിനൊക്കെ എന്തോ കിട്ടിയേ? അവിടെയുള്ളവര് അസാധാരണ ദയ കാണിച്ചെന്നല്ലേ എഴുതിയേക്കുന്നത്. ഇതെങ്ങനെ കിട്ടിയേ? ഇവരെ മുമ്പ് പരിചയമില്ല, ചാച്ചന്റെ അമ്മാവിന്റെ മോനും മോളും ഒന്നും അല്ല അവിടെ താമസിക്കുന്നത്. അവിടെ ചെന്നപ്പോഴത്തേന് അസാധാരണ ദയ കാണിച്ചെന്ന്. എന്താ അതിന്റെ അർത്ഥം? അവര് പോകാൻ നേരം കപ്പൽ നിറച്ച സാധനങ്ങളെല്ലാം വെച്ചു കൊടുത്ത് ഇതൊക്കെ ഇതെന്ത് സംഭവിച്ചെങ്ങനാ? ദിസ് ഇസ് ദ ഡിവൈൻ ഫേവർ. രാത്രി ഞാനും പ്രാർത്ഥിക്കുക, നിങ്ങളുടെ എല്ലാവരുടെ മേൽ ഡിവൈൻ ഫേവർ വെളിപ്പെടട്ടെ. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി. ഇതൊക്കെ കിങ്ഡത്തിനകത്തേക്ക് കിട്ടത്തുള്ളന്നേ. ആമേൻ. ആ കിങ്ഡത്തിനകത്ത് ഡിവൈൻ പ്രൊവിഷൻ ഉണ്ട്, ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഓഹ് ജീസസ്. കാരണം എന്താണെന്നറിയാമോ? ഈ കിങ്ഡത്തിനകത്ത് നമ്മൾ കയറി കഴിയുമ്പോ പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നത് മൊത്തം ദാസത്വമാണ്. അവിടെ ദാസന്മാരായിട്ടൊക്കെയാ നമ്മൾ ദൈവത്തിന് മുമ്പാകെ ചെന്നതും ദൈവത്തിൽ നിന്ന് ദൂരത്തിലൊക്കെയാ നമ്മൾ നിന്നതൊക്കെ. പക്ഷെ ഇവിടെ വന്നപ്പോ എന്താ ചെയ്തെന്നറിയോ? അവൻ നമ്മളെ അവന്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്ത്, നമ്മളെ ദത്തെടുത്ത്, നമ്മളെ സ്വന്തം പുത്രന്മാരാക്കി മാറ്റി. ഇവിടെ വന്നപ്പോ കർത്താവ് നമ്മളോട് പറയുന്നു, ഞാൻ നിങ്ങളെ ഇനി ദാസന്മാരായിട്ടല്ല കാണാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളെ എന്റെ സ്നേഹിതന്മാരെന്ന് വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. സ്നേഹിതന്മാരെ വിളിച്ചതും പോരാ, സ്നേഹിതനൊക്കെ പരിധിയുണ്ട്. കർത്താവ് കുറെ കൂടെ നമ്മളെ അങ്ങ് അടുപ്പിച്ചു. അതാ പറഞ്ഞു, നിങ്ങൾ എന്റെ മക്കളാ. മക്കളാണെങ്കിൽ അവകാശികളാ എന്ന് പറഞ്ഞാൽ ഈ കിങ്ഡത്തിനകത്ത് നമ്മൾ വെറും പ്രജയായിട്ടല്ല കറങ്ങുന്നത്, നമ്മൾ ഈ രാജ്യത്തിനകത്ത് വരസുന്നത് മക്കളായിട്ടാ, രാജാവിന്റെ മക്കളായിട്ടാ. പ്രിൻസസ് ആണ് നമ്മള്, പ്രിൻസ് ആൻഡ് പ്രിൻസസ്. ഹല്ലേലൂയ. ഈ ഒരു ബോധ്യത്തിൽ വല്ലതുമാണോ നമ്മൾ ഇതുവരെ ക്രിസ്തീയ ജീവിതം നയിച്ചത്? നമ്മൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? നമ്മുടെ ചിന്ത എന്ന് പറഞ്ഞാൽ, ഞാനിങ്ങനെ പള്ളിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പം കർത്താവ് ഈ ബ്രഹ്മാണ്ടത്തിന്റെ അങ്ങേ കോണിൽ എങ്ങാണ്ടിരിക്കുക, ഞാൻ ഏഴേയും കൃമിയായി ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഏതാണ്ടൊക്കെ പറയുന്നു. കർത്താവിന് സന്തോഷമുണ്ട്, തന്നു ഇല്ല ഇല്ല, കിട്ടിയാ കിട്ടി, ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ പോകുന്ന ഈ പരിപാടി അല്ല ക്രിസ്തീയ ജീവിതം. Make sure that we are the sons and children of God. നമ്മൾ ദൈവത്തിന്റെ മക്കളാ, ദൈവത്തിന്റെ കുഞ്ഞുങ്ങളാ. ദൈവത്തിന്റെ മക്കളായതുകൊണ്ട് യേശുവിനോട് ചേർത്ത് പറഞ്ഞാൽ നമ്മൾ കൂട്ടവകാശി കൂടാന്ന. ഈ കിങ്ഡത്തിനകത്തെ ആദ്യ ഫലം ക്രിസ്തുവാ, ആദ്യത്തെ ചേട്ടൻ ക്രിസ്തുവാ. നമ്മള് യേശുവിനോടൊപ്പം ജീവിച്ചെഴുന്നേറ്റ് ഈ കിങ്ഡത്തിനകത്ത് ജനിച്ചത് കൊണ്ട് യേശുവിന്റെ അനിയന്മാരാ നമ്മള്, അവന്റെ കുടുംബക്കാരാ നമ്മള്. ഇതുവല്ലോ നമ്മൾ പ്രസംഗിക്കുകയും കേൾക്കുകയും ചെയ്യാറുണ്ട്. നമ്മൾ ആ കൂടെ അറിയുന്നത് ബന്ധന വഴിയും കേട്ടുകൾ വഴിയും. ഇതാ നമുക്ക് ആ പടം കേൾക്കാനുള്ളത്. ഇതൊക്കെ ദൈവമക്കളെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ആത്മിക സത്യങ്ങൾ. ഇതിനകത്ത് നമ്മൾ ജീവിക്കേണ്ടത്. വനാന്തരത്തിൽ ദാവീദിനു വേണ്ടി വാതിൽ തുറന്ന് സിംഹാസനത്തിൽ എത്തിച്ച കർത്താവ് നിന്നെയും സിംഹാസനം. നമ്മൾ ഈ സിംഹാസനം നോക്കിയിരിക്കുക. ഞാനതിനെ കുറ്റം പറഞ്ഞതല്ല. നമ്മുടെ ഈ ഒരു ഇതൊക്കെ ശൈശവം എന്ന് ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ശൈശവ കാലമൊക്കെ കഴിഞ്ഞ് ക്രിസ്തുവിന്റെ മെച്ചൂരിറ്റിയിലോട്ടൊന്ന് വന്നേ. അതൊന്നും വേണ്ടെന്ന് തെറ്റൊന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. അതൊക്കെ ഒരു വ്യക്തി ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ അങ്ങനെയുള്ള പ്രതിസന്ധിയിലൂടെ കിടക്കുന്നവർക്ക് അതൊക്കെ ഒരു ആശ്വാസവചനമായിരിക്കാം. ദാറ്റ്സ് ഫൈൻ, തെറ്റൊന്നുമല്ല. പക്ഷേ ക്രിസ്തുവിന്റെ മെച്ചൂരിറ്റിയിലോട്ട് വരാൻ നമുക്ക് പറ്റട്ടെ. ക്രിസ്തുവിന്റെ മെച്ചൂരിറ്റിയിലോട്ട്. ഇതാ മെച്ചൂരിറ്റി എന്ന് പറയുന്നത്. ഇനി ഞാനവിടെ ഒരു വെറും മകനായിട്ട് മാത്രമല്ല, അടുത്ത പൊസിഷൻ എന്താണെന്നറിയോ? എന്നെ കർത്താവ് യേശുവിനെ പോലെ ആക്കുക. എന്തോ അല്ലേ? അതാ ആത്മിക തലങ്ങൾ എന്നൊക്കെ പറയുന്നത്. ആദ്യം ഞാൻ എവിടെ ആയിരുന്നു? ഞാൻ പുറംപറമ്പിലായിരുന്നു, ഞാൻ ദാസനായിരുന്നു. അവിടുന്ന് കർത്താവ് എന്നെ സ്നേഹിതനാക്കി. സ്നേഹിതൻ കുറെ കൂടെ അങ്ങോട്ട് അടുത്ത് പോകാൻ നമ്മളെ മകനാക്കി. മകനെന്ന നിലവാരത്തിലൊന്നും നിൽക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. കർത്താവിനെ പോലെ തന്നെ നമ്മളെ ആക്കുക, യേശുവിനെ പോലെ ആക്കി മാറ്റുക അല്ലേ? ഫൈനലി അവന്റെ സ്വഭാവം, അവന്റെ ആറ്റിറ്റ്യൂഡ്, അവന്റെ മനോഭാവം എല്ലാം നമ്മൾ അവനെ പോലെ ആയി മാറുക. നമ്മളെ കണ്ടാൽ യേശുവിനെ കാണുന്ന പോലെ ഇരിക്കണം. ആ പരുവത്തിലേക്ക് നമ്മളെ കർത്താവ് മാറ്റുക. കർത്താവ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ടല്ലോ, പിതാവേ ഞാനും നീ ഒന്നായിരിക്കുന്നത് പോലെ അവരും നമ്മൾ ഒന്നാകേണ്ടതിന് അല്ലേ? ഇതൊക്കെ വല്ലതും നമുക്ക് പിടിയിട്ടിട്ടുണ്ടോ? ഇത് വല്ലതും പ്രസംഗിച്ച് കേൾക്കാറുണ്ടോ? നമുക്ക് ആ കൂടെ അറിയാവുന്നത് ചെങ്കടൽ പിളർന്ന കർത്താവ് നിനക്ക് വേണ്ടി ഇന്ന് തുറക്കാൻ പോവാ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ഏതാണ്ട് അങ്ങ് മേല് കീഴി ചാടുക. വെള്ളം കിട്ടുമോ? ഒന്നുമില്ല. ഈ രണ്ട് ചാട്ടമൊക്കെ കഴിഞ്ഞ് ഒന്ന് വേർത്ത് കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷം. വേർപ്പൊക്കെ തുളച്ച് നമ്മൾ വീട്ടിൽ പോകും. പിന്നെ ആരാധനയായിരുന്നു ഇന്ന്, നല്ല. പക്ഷെ ഇതുവെല്ലാം പിടികിട്ടിയോ? പുത്രത്വം പിടികിട്ടിയോ? യേശുവിനെ പോലെ ആകണമെന്നുള്ള പോലെ പിടികിട്ടിയോ? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു പദം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? യേശുവിനെ പോലെ ആയി, യേശുവിനെ പോലെ ഈ ലോകത്തിൽ ജീവിച്ച്, യേശുവിനെ പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇവിടുന്ന് പോകണം. ഇത് മനസ്സിലാകുന്നവർക്കായി, പിടികിട്ടുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.
പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഓക്കെ, ഈ ദൈവരാജ്യത്തിനകത്ത് നമുക്ക് എന്തൊക്കെ കിട്ടി? നമ്മളെ സ്നേഹിതന്മാരാക്കി, നമ്മളെ മക്കളാക്കി, നമ്മളെ അവകാശികളാക്കി. അതുകൊണ്ട് ഇപ്പൊ കർത്താവിനെ പോലെ നമ്മളെ ആക്കി മാറ്റി. ഇപ്പൊ കർത്താവ് നമ്മളും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. നമ്മുടെ അകത്ത് കർത്താവും നമ്മൾ കർത്താവിന്റെ അകത്തുവാ. യേശു പറയുന്ന പദമുണ്ട്, നിങ്ങൾ യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം ഒന്ന് വായിക്കണേ. യോഹന്നാൻ 17. അതിനകത്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, പിതാവേ ഞാൻ നിന്നിലും നീ എന്നിലുമായിരിക്കുന്നത് പോലെ അവർ നമ്മിലാകേണ്ടതിന് ഞാൻ ഇതുവരോട് കൽപ്പിച്ചിരിക്കുന്നു. എങ്ങനെയുണ്ട്? യേശു എങ്ങനെ പിതാവിന്റെ അകത്തായിരിക്കുന്നോ, എങ്ങനെ പിതാവ് യേശുവിന്റെ അകത്തായിരിക്കുന്നോ, അങ്ങനെ നമ്മളും യേശുവിന്റെ അകത്താകണം. യേശു എവിടെ ഉണ്ട്? യേശു പിതാവിന്റെ അകത്തുണ്ട്. വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്ന പാർട്ടികളൊക്കെ കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. പ്രൈസ് ഗോഡ്. കേട്ടാൽ മനസ്സിലാക്കിയാൽ ഞാനൊരു കാര്യം ആത്മാവിൽ നിങ്ങളോട് ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് റിയലി മനസ്സിലായെങ്കിൽ നിങ്ങളുടെ ആത്മജീവിതത്തിന്റെ ആത്മീക ലോകത്തിന്റെ അടുത്തൊരു തലത്തിലേക്ക് നിങ്ങൾ സ്റ്റെപ്പ് വെച്ച് കയറുന്ന രാത്രിയായിരുന്നു. പ്രൈസ് ഗോഡ്. ആത്മതലത്തിന്റെ അടുത്തൊരു പടിയിലേക്ക് നിങ്ങൾ കയറുക എന്ന്. പ്രൈസ് ഗോഡ്. അടുത്തത്, ഈ രാജ്യത്തിനകത്ത് നമ്മൾ താമസിക്കുമ്പോൾ ഇവിടെ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. നമ്മുടെ ഇഷ്ടങ്ങൾക്ക് ഒരു പ്രാധാന്യവുമില്ല. ഞാൻ കഴിഞ്ഞ ദിവസവും ആദ്യത്തെ ക്ലാസ്സിൽ ഇത് ഓർപ്പിച്ചു. ദൈവരാജ്യത്തിനകത്ത് ഏത് രാജ്യത്തിനാണെങ്കിലും ആ രാജാവ് പറയുന്നത് അവിടുത്തെ നിയമം. രാജാവാണ് അവിടുത്തെ ഫൈനൽ അതോറിറ്റി. രാജാവിന്റെ റൂൾ നമ്മുടെ നിയമമാണ്. രാജാവ് എന്തു പറയുന്നു അത് നമ്മുടെ നിയമമാണ്. നമ്മളത് അംഗീകരിച്ചേ പറ്റൂ. എന്ന് പറഞ്ഞാൽ കുറെ കൂടെ മനസ്സിലാകുന്ന ഭാഷയിൽ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, രാജാവിന്റെ ഇഷ്ടം നമ്മുടെ നിയമമാണ്. രാജാവിന്റെ ഇഷ്ടം നമ്മുടെ നിയമം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്നത് മൊത്തം എങ്ങനെയാ ജീവിക്കുന്നത്? രാജാവിന്റെ ഇഷ്ടം അനുസരിച്ചാണ്. അതാണ് ഈ കിങ്ഡത്തിനകത്ത് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എവിടെ പോകണം, എന്ത് ചെയ്യണം, എന്ത് കഴിക്കണം, എവിടെ ഇരിക്കണം, സകലതും ആരുടെ ഇഷ്ടമാണ്? ദൈവരാജ്യത്തിനകത്ത് തോന്നിയതുപോലെ ജീവിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഈ കാര്യമൊക്കെ മനസ്സിലായപ്പോഴാണെന്നറിയോ? ഈ ഗൾഫ് രാജ്യങ്ങളിൽ പോകാൻ തുടങ്ങിയപ്പോഴാണ്. പാസ്പോർട്ടും വിസയും കയ്യിലില്ലാതെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അവിടെ തോന്നിയതുപോലെ മുടി വെട്ടി നടക്കാൻ പറ്റത്തില്ല. തോന്നിയതുപോലെ വർത്തമാനം പറയാൻ പറ്റത്തില്ല. തോന്നിയ പോലെ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. തോന്നിയതുപോലെ വീട് വെക്കാൻ പറ്റത്തില്ല. ഒത്തിരി കാര്യങ്ങളുണ്ട്. അവിടെ ഗവൺമെന്റ് ഒരു ഡിസൈൻ പറഞ്ഞിട്ടുണ്ട്. ആ ഡിസൈനിൽ വീട് വെക്കാൻ പറ്റും. പല രാജ്യങ്ങളും, വെസ്റ്റേൺ രാജ്യങ്ങളൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്. പല രാജ്യങ്ങളും ഞാനത് കണ്ടിട്ടുണ്ട്. ഗവൺമെന്റ് ഒരു ഇത് തരും. ഞാൻ സൗത്ത് ആഫ്രിക്കയിലൊക്കെ പോയപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഗവൺമെന്റ് ഒരു ഇത് തരും, എന്താ പറയുന്നത്, ഒരു ബ്ലൂ പ്രിന്റ് തരും. അതുപോലെ നമുക്ക് കാശുണ്ടെങ്കിൽ വീട് വെക്കാൻ പറ്റും. എല്ലാ വീടും കണ്ട ഒരുപോലെ ഇരിക്കും. വേറെ എവിടെ? ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു രാജ്യത്തിൽ പോയപ്പം അതുപോലെ കണ്ടായിരുന്നു. എല്ലാ വീടും കണ്ടാലും ഒരുപോലെ ഇരിക്കും. ഒത്തിരി രാജ്യങ്ങളുണ്ട് അങ്ങനെ നിയമം. അത് രാജഭരണമുള്ളിടത്ത് പ്രത്യേകിച്ച്. അറബി നാടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ തോന്നിയ പോലെ വർത്താനം പറയാൻ പറ്റത്തില്ല. തോന്നിയ പോലെ മൈക്ക് ഫോൺ വെച്ച് നമ്മുടെ ഇന്ത്യ കാണിക്കുന്ന തോന്നിവാസമൊന്നും അവിടെ കാണിക്കാൻ പറ്റത്തില്ല. കാരണം രാജഭരണത്തിന്റെ പ്രത്യേകത, രാജാവിന് ഇഷ്ടമില്ലാത്തൊരു പരിപാടി അവിടെ കാണിക്കാൻ പറ്റത്തില്ല. ദൈവരാജ്യത്തിനകത്തായിരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കിക്കേ. നമുക്ക് തോന്നിയ പോലെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. രാജാവിന്റെ ഇഷ്ടം നമ്മൾ ചെയ്തേ പറ്റൂ. രാജാവ് അതുകൊണ്ടാണ് പറഞ്ഞത്, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും വരണമെന്ന് പറയാൻ കാരണം അതാ. അവന്റെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ജീവിച്ചാലേ പറ്റുള്ളൂ. അടുത്തത്, ഈ ദൈവരാജ്യത്തിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഈ ദൈവരാജ്യത്തിനകത്തുള്ള പ്രജകൾക്കെല്ലാം ഒരു ഗുണമുണ്ട്. എന്താണെന്നറിയോ? അതോറിറ്റി ആൻഡ് പവർ. എല്ലാവർക്കും ഭയങ്കര അതോറിറ്റി ഉണ്ട്, ഭയങ്കര പവറും ദൈവം കൊടുത്തിട്ടുണ്ട്, ശക്തിയും അധികാരവും. തന്റെ ശിഷ്യന്മാരെ മുഴുവൻ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഇത് വായിച്ചായിരുന്നു അല്ലേ? ലൂക്കോസിന്റെ സുവിശേഷം 8, 9, 10 അധ്യായങ്ങൾ വായിക്കുമ്പോൾ ആ 3 തുടക്ക വാക്യങ്ങളിൽ 1 തൊട്ട് 3 വരെയുള്ള വാക്യങ്ങൾ, ആ 3 അധ്യായങ്ങൾ വായിക്കുമ്പോൾ തന്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് കർത്താവ് അവർക്ക് കൊടുക്കുന്ന കാര്യമുണ്ട്. 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് അവർക്ക് കൊടുത്തത്: ശക്തിയും അധികാരവും. 2 കാര്യങ്ങൾ അവർക്ക് കൊടുത്തു. ശക്തിയും കൊടുത്തു, അധികാരവും കൊടുത്തു. അപ്പൊ നമുക്ക് ഈ ദൈവരാജ്യത്തിന്റെ അംഗമായിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും എന്തോ ഉണ്ട്? കർത്താവ് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലെ സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു പോകുവീൻ. ദൈവരാജ്യം പ്രസംഗിക്കണം, രോഗികളെ സൗഖ്യമാക്കണം, ഭൂതങ്ങളെ പുറത്താക്കണം, മരിച്ചവരെ ഉയർപ്പിക്കണം. ഇതിനു വേണ്ടിയിട്ടുള്ള ശക്തിയും അധികാരവും കർത്താവ് കൊടുത്തു. ഇത് 2 നമ്മുടെ കയ്യിലുണ്ട്. പാവപ്പെട്ട നമ്മുടെ മുഖത്തോട്ടൊക്കെ നോക്കിയേ. അധികാര ശക്തി ഉള്ളവരുടെ ഇരിപ്പൊക്കെ കണ്ടോ? ഇപ്പൊ മണി 9:30 ആയതുകൊണ്ട് ചിലപ്പോൾ കഴിക്കാതെ ഇരുന്നത് കൊണ്ട് ചിലപ്പോൾ വിശപ്പും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ മുഖത്തൊരു മ്ലാനത കാണും. എന്നാലും നമ്മുടെ അകത്ത് എന്തുണ്ട്? ശക്തിയുണ്ട്, അധികാരമുണ്ട്.
എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മുടെ മുമ്പിൽ സമയമില്ല. ഈ മത്തായി സുവിശേഷം 5-ാം അധ്യായം അങ്ങോട്ട് വായിക്കുമ്പോൾ ടൈമുണ്ട്, നമ്മൾ ലേറ്റ് ആയിട്ടല്ലേ തുടങ്ങിയതാണ്. ഓക്കെ എന്നാൽ കുറച്ച് കാര്യങ്ങളൊന്ന് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിലോട്ട് വന്നാൽ ഈ കിങ്ഡത്തിനകത്ത് എങ്ങനെ ജീവിക്കേണ്ടെന്നുള്ളതിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ദൈവരാജ്യത്തിനകത്ത് വരുമ്പോൾ ഞാൻ മുമ്പ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞായിരുന്നു, 1-2 കാര്യങ്ങൾ ഇങ്ങനെ സൂചിപ്പിച്ചിരുന്നു. നമ്മൾ ആദ്യം വന്നത് ഇരുട്ടിന്റെ രാജ്യത്തിൽ നിന്നാണ്. ഇരുട്ടിന്റെ രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ, അഥവാ പിശാചിന്റെ രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ അവിടെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു, അവിടെ ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടായിരുന്നു. അവിടുന്ന് നമ്മൾ നേരെ ഓപ്പോസിറ്റ് കിങ്ഡത്തിലോട്ടാണ് വന്നേ. നേരെ ഇരുട്ടിന്റെ ഓപ്പോസിറ്റ് ആണ് വെളിച്ചം, അല്ലെ? അപ്പൊ അവിടെ ഉണ്ടായിരുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ല എന്ത് ചെയ്യണം? ഈ രാജ്യത്തിൽ, വെളിച്ചത്തിന്റെ രാജ്യത്തിൽ ഉണ്ടാവണം. ആ വെളിച്ചത്തിന്റെ രാജ്യത്തിന്റെ മറ്റു പേരുകളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. പുത്രന്റെ രാജ്യം, കർത്താവിന്റെ രാജാവ്. നമ്മളിവിടെ രാജാവിനെ പോലെ ആയി മാറുക. പ്രജകൾ നിയമം തെറ്റിച്ചാൽ പോലും രാജാവിന് നിയമം തെറ്റിക്കാൻ പറ്റുമോ? നമ്മളിവിടെ ആരാ? യേശുവിനെ പോലെ ആയി മാറി. യേശു ആരാ? യേശു കിങ്ഡത്തിലെ രാജാവാ. ഇതൊക്കെ എന്തോ പദവിയാ നമുക്ക് തന്നല്ലേ, ഭയങ്കരം. ഒരു സ്നേഹിതൻ എന്നുള്ളതല്ല, നമ്മൾ പുറംപറമ്പി കിടന്നവരായിരുന്നു, ആർക്കും വേണ്ടാതെ കിടക്കുകയായിരുന്നു. നമ്മള് ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നവരായിരുന്നു. അവിടുന്ന് വിളിച്ച് നമ്മളെ സ്നേഹിതന്മാരാക്കി. സ്നേഹിതനെ പിന്നെ സ്നേഹിതനല്ല, ദാസന്മാരായിരുന്നു. ആ ദാസന്റെ പദവിയിൽ നിന്ന് പിന്നെ നമ്മളെ സ്നേഹിതന്മാരാക്കി. സ്നേഹിതനിൽ നിന്ന് പുത്രത്വത്തിലേക്ക് കൊണ്ടുവന്നു. പുത്രത്തിൽ നിന്ന് പിന്നെ അവകാശികളാക്കി. പിന്നെ അവിടുന്ന് യേശുവിനെ പോലെ ആക്കി. യേശുവിനെ പോലെ ആക്കി എന്ന് പറഞ്ഞാൽ എന്തുവാ? യേശു ആ രാജ്യത്തിന്റെ രാജാവാ, രാജാവിനെ പോലെ നമ്മളെ ആക്കി. ഇതിൽ പരം പദവികൾ എന്തോ കിട്ടാനുണ്ട്? യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് പിതാവിന്റെ വലതുഭാഗത്തിരുത്തി. എഫീസർ 2:5-7 വായിക്കുമ്പോൾ നമ്മളെയും ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് പിതാവിന്റെ വലതുഭാഗത്തിരുത്തിയിരിക്കുക. യേശു എവിടെ ഇരിക്കുന്നു അവിടെ നമ്മളെ ഇരുത്തിയേക്കുക. ആത്മികമായി ദൈവം നമുക്ക് തന്ന പദവികൾ ഭയങ്കരമാ. നമുക്ക് ചിന്തിക്കാനോ നമുക്ക് അർഹതപ്പെട്ടതിനോ ഒക്കെ അപ്പുറത്തായത്. പക്ഷെ ഇതിന്റെ വല്ല നന്ദി നമ്മൾ കാണിക്കാറുണ്ടോ? ഇതുവല്ല പിടിയിട്ടിട്ട് വേണ്ട നന്ദി കാണിക്കാനല്ലേ? രാത്രി ഹൃദയം തുറന്നതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഈ സന്ദേശം ഇനിയും കേൾക്കണം കേട്ടോ. കുറെ പ്രാവശ്യം നിങ്ങൾ ഇത് ബൈ ഹാർട്ട് ആണെന്ന് വരെ നിങ്ങൾ കേൾക്കണത്. പല പ്രാവശ്യം മാറി ഇത് കേൾക്കണം. പ്രൈസ് ഗോഡ്. ദൈവരാജ്യത്തെ കുറിച്ചുള്ള ഇത്രയും ഡെപ്ത് ഞാൻ ഇതുവരെ എങ്ങനെ സംസാരിച്ചിട്ടില്ല. മിക്കവാറുമൊക്കെ സംസാരിച്ച് സമയം കിട്ടാറില്ല. 1-2 ക്ലാസ് കഴിയുമ്പോൾ അങ്ങ് തീരാനാണ് സാധാരണ പതിവ്. ഇത്രയും ഗൗരവമുള്ളൊരു ഒരു വിഷയമാണ് ഈ ദൈവരാജ്യം എന്ന് പറയുന്നത്. പ്രൈസ് ഗോഡ്. ഓക്കെ, അപ്പൊ ഈ ദൈവരാജ്യം ഞാൻ പറഞ്ഞു വന്ന ഇതാണ്. ഈ ദൈവരാജ്യത്തിനകത്ത് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ കൾച്ചർ മാറി. പണ്ട് നമ്മൾ കൾച്ചർ ലെസ് ആയിരുന്നു. ഇവിടെ വന്നപ്പോൾ നമുക്കൊരു പുതിയ കൾച്ചർ കിട്ടി. ഒന്ന്, ഒരു കൾച്ചർ, പുതിയൊരു കൾച്ചറിലേക്ക് നമ്മൾ വന്നു. ഒരു സ്പിരിച്വൽ കൾച്ചറിലേക്ക് നമ്മൾ വന്നു. 2, ഇവിടെ വന്നപ്പോൾ പുതിയൊരു ലൈഫ് സ്റ്റൈൽ നമുക്ക് വന്നു. നമ്മുടെ പഴയ ലൈഫ് സ്റ്റൈൽ ചേഞ്ചായി, പഴയ കൾച്ചർ ചേഞ്ചായി. ആ കൾച്ചറിനകത്ത് പെടുന്നതാണ് ബാക്കിയെല്ലാം. നമ്മുടെ സംസാര ശൈലി, നമ്മുടെ ബിഹേവിയർ, നമ്മുടെ പെരുമാറ്റങ്ങൾ, നമ്മുടെ ജീവിതത്തിന്റെ സകല മേഖലയ്ക്കകത്തും ഒരു സമൂലമായ മാറ്റം ഇവിടെ വന്നു. കാരണം നമ്മളിപ്പോ ഒരു പുതിയ കൾച്ചറിനകത്താ. അവിടെ ഈ ഇരുട്ടിനകത്ത് ദേഹത്ത് ചെളി ഉണ്ടായിരുന്നാലും ആരും അറിയത്തില്ലായിരുന്നു. വെട്ടത്ത് വന്നപ്പോ ആ ചെളിയെല്ലാം കാണാൻ പറ്റും. ഉടുപ്പയിൽ അഴുക്കുണ്ടെങ്കിലും അറിയാൻ പറ്റും. നേരത്തെ ഒന്നും അറിയത്തില്ലായിരുന്നു. ദൈവവചനമാകുന്ന കണ്ണാടിയിലൂടെ നോക്കി, ദൈവവചനമാകുന്ന വെള്ളത്തിൽ കഴുകി, പരിശുദ്ധാത്മാവാകുന്ന ആ ഗൈഡറിന്റെ ലീഡറിന്റെ നേതൃത്വത്തിൽ നമ്മൾ യേശുവിന്റെ രക്തത്താൽ നമ്മെ തന്നെ കഴുകി ശുദ്ധീകരിച്ച് ഇവിടെ നമ്മളെ ശുദ്ധയും ശുഭ്രയുമായ തേജസ്സോട് നിർത്തുന്ന ഒരു സഭയാക്കി നമ്മളെ മാറ്റിയിരിക്കുക. വാട്ടം, മാലിന്യം, കറ, ചുളുക്കം ഒന്നുമില്ലാതെ ഈ രാജ്യത്തിനകത്ത് കർത്താവ് നമ്മളെ നിർത്തിയിരിക്കുക. ആമേൻ. അപ്പൊ ഈ രാജ്യത്തിനകത്ത് നിൽക്കുന്ന പുള്ളിയെ കണ്ടാൽ തന്നെ അറിയാം, അല്ലേ? മലയാള ഭാഷ പറയുന്ന പോലെ കുളിച്ച് കുട്ടപ്പനായി നിൽക്കുന്ന ഒരാളെ കണ്ടാൽ അറിയത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ഈ ദൈവരാജ്യത്തിനകത്തോട്ട് വന്ന് നിൽക്കുന്ന ആളിനെ കണ്ടാൽ അറിയാം. എന്താ ഡ്രസ്സിങ്ങിന്റെ സ്റ്റൈല് മാറി, വർത്താനം പറയുന്നതിന്റെ സ്റ്റൈല് മാറി, പഴയ ഉൾട്ടാ സീത പരിപാടി എല്ലാം മാറി, മഞ്ഞനായി മാറി. പ്രൈസ് ഗോഡ്. പണ്ട് ഈ മാന്യതയൊന്നും ഇല്ലായിരുന്നു. പണ്ട് ആ കൾച്ചറും ലൈഫ് സ്റ്റൈലും ഒന്നും ഇല്ലായിരുന്നു. ഇവിടെ വന്നപ്പം തോന്നിയതുപോലെ വർത്താനം പറയത്തില്ല, തോന്നിയതുപോലെ ജീവിക്കത്തില്ല, തോന്നിയതെല്ലാം കൂട്ടുകൂടത്തില്ല. നമ്മുടെ ടോട്ടൽ സിസ്റ്റം ചേഞ്ച് ആയി. രാത്രി എത്ര പേരുണ്ട് ഇതിനകത്ത്? ലൈഫിന്റെ മൊത്തം ടോട്ടൽ സിസ്റ്റം ചേഞ്ച് ആയവർ എത്ര പേരുണ്ട് ഇതിനകത്ത്? അങ്ങനെ ഒരു ചേഞ്ച് നമ്മുടെ അകത്ത് വരണം. കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, നമ്മൾ ഈ 10-20 വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ മൊത്തം ഈ ഇരുട്ടിന്റെ രാജ്യത്ത് കിടന്നിട്ടേ അവിടെ വെച്ച് ശീലിച്ച കുറെ പരിപാടിയുണ്ട്. കള്ളം പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അന്ന് ആവശ്യമില്ലാത്ത സകല പരിപാടിക്കും ചെന്ന് ഇടപെടുമായിരുന്നു. ഇങ്ങനെയുള്ള കുറെ പരിപാടികളുണ്ടായിരുന്നു.
നമ്മളിപ്പോ എന്ത് ചെയ്തെന്നറിയാമോ? അവിടുന്ന് നേരെ ഇങ്ങോട്ട് വന്നു, വെളിച്ചത്തിലോട്ട് വന്നപ്പോ ആ പരിപാടി കൊണ്ട് മൊത്തം കൊണ്ട് ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്ന് ഈ ഉള്ളതിനെ കൊണ്ട് നശിപ്പിക്കുന്ന പരിപാടിയാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെന്ന് പറഞ്ഞാൽ ചിലരൊക്കെ ഉണ്ട് അങ്ങനെ. ഇവിടെ വന്നിപ്പം വിശുദ്ധ തെറി പറയും സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട്, പച്ചയ്ക്ക് അത്രയും പറയത്തില്ല, ഇവിടെ വന്നതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വേറെ ആയിട്ട് നമ്മൾ ദേഷ്യം അത് തന്നെ, മാറ്റമൊന്നും വന്നിട്ടില്ല. ഞാൻ ഇവിടെയാണോ നിങ്ങളോടാണോ കഴിഞ്ഞ ദിവസം പറഞ്ഞേ, പണ്ടൊരു പള്ളി രക്ഷിക്കപ്പെട്ടു വന്നു, പണ്ട് ഗുണ്ടയായിരുന്നു, പാസ്റ്റർ തല്ലുമായിരുന്നു. ഇപ്പൊ ഇവിടെ വന്നപ്പോ പറഞ്ഞായിരുന്നു അല്ലേ, പറഞ്ഞായിരുന്നു. ഇവിടെ വന്നപ്പോ പാസ്റ്റർ ആരെങ്കിലും തല്ലിയ പുള്ളിയെ തല്ലും. ബേസിക്കലി മാറ്റമൊന്നും വന്നിട്ടില്ല എന്ന് അർത്ഥം. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ അങ്ങനെ ഒന്ന് സമർപ്പിക്കാൻ പറ്റുമോ? കർത്താവേ, എന്റെ ലൈഫിൽ ബേസിക്കലി എന്റെ അടിത്തറ, എന്റെ അകത്ത് അടിഞ്ഞുകൂടി കിടക്കുന്ന ചില ബേസിക് കാര്യങ്ങളുണ്ടല്ലോ, അതിനകത്തൊക്കെ ഒരു മാറ്റം വരണമേ എന്നൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാമോ? മാനസാന്തരം വരേണ്ട മേഖലകൾ എവിടേക്കാണെന്ന് നമുക്കറിയാം. അവിടേക്ക് ഒന്ന് മാറ്റം വരണമെന്ന് ആഗ്രഹത്തോടെ ദൈവത്തിനൊന്ന് പ്രാർത്ഥിക്കാമോ? ആ പ്രാർത്ഥന നമ്മൾ ഡെയിലി പ്രാർത്ഥിക്കേണ്ടത്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുക, നിങ്ങൾ ഉപവാസം എടുക്കുകയാണെങ്കിൽ ദൈവരാജ്യത്തിനകത്ത് നന്നായി ജീവിക്കാൻ എനിക്ക് കൃപ തരണമെന്ന് പറഞ്ഞ് ഉപവസിച്ച് പ്രാർത്ഥിക്കുക. വണ്ടിയും വെള്ളത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിർത്ത്. അല്ലേ, നമുക്ക് വണ്ടി കിട്ടി, വെള്ളം കിട്ടി, സ്വർഗത്തിൽ പോയില്ല, വല്ല പ്രയോജനമുണ്ടോ? ഈ ലോകത്തെ സകല സൗഭാഗ്യവും കിട്ടി, ദൈവരാജ്യത്തിനകത്ത് അംഗമായില്ലേ, പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്നറിയില്ല, പറഞ്ഞിരുന്നെങ്കിൽ ആവർത്തന വ്യവസ്ഥയായിട്ട് തോന്നരുത്. ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുക. ഈ ലോകത്തിൽ 7 കോടി ആൾക്കാരുടെ ഇടയിൽ നിന്ന് ആ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്ത് ദൈവരാജ്യത്തിനകത്താക്കി വെച്ചേ. ഈ ദൈവരാജ്യത്തിനകത്തുനിന്ന് ഒരു തിരഞ്ഞെടുപ്പുണ്ട്. കർത്താവിന്റെ കാഹളനാദം കേൾക്കുമ്പോൾ എല്ലാവരും ഒന്നും പോകത്തില്ല, തിരഞ്ഞെടുത്തോണ്ടേ അങ്ങോട്ട് പോകത്തുള്ളൂ. മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൽ 1-2 ഉദാഹരണങ്ങളുണ്ട്. അതിന്റെ ബേസിൽ ഞാൻ ആ വാക്യം പറഞ്ഞു. എല്ലാവരും ഒന്നും സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകത്തില്ല കർത്താവ്. പള്ളി പോയെന്ന് പറഞ്ഞുകൊണ്ടോ പള്ളിയിലെ എല്ലാ കാര്യത്തിനകത്തും ആക്റ്റീവായി ദൈവരാജ്യത്തിനകത്ത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊന്നും എല്ലാവരും ഒന്നും കർത്താവ് കൊണ്ടുപോകത്തില്ല. നമ്മൾ ഈ പറയുന്ന രീതിയിൽ, ദൈവത്തിന്റെ വചനം പറയുന്ന രീതിയിൽ ജീവിക്കുന്നവരെ മാത്രമേ കർത്താവ് കൊണ്ടുപോകുള്ളൂ. സോ വളരെ ഗൗരവമുള്ള കാര്യമാണ് നമ്മളത് ചിന്തിക്കുക. ഓക്കെ, 1-2 കാര്യങ്ങൾ വേഗത്തിലൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ ഗിരിപ്രഭാഷണം എന്ന് നമ്മൾ അതിനെ വിളിക്കുന്നത്, ഗിരിപ്രഭാഷണം, അതിനകത്ത് പറയുന്നത് ഈ രാജ്യത്തിനകത്ത് എങ്ങനെ ജീവിക്കണമെന്നുള്ള പ്രാക്ടിക്കൽ ലൈഫിനെ കുറിച്ചാണ്. എല്ലാം ഒന്നും പറയാൻ സമയമില്ല, വേഗത്തിലൊന്നങ്ങ് വായിച്ചു വിടാം. ആത്മാവിൽ ദരിദ്രരാകുക, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ഈ ആശ്വാസം ലഭിക്കുന്നതൊക്കെ എവിടെയാണെന്നറിയാമോ? മില്ലേനിയം കിങ്ഡത്തിനകത്ത് ലഭിക്കുന്നതും നിത്യമായ രാജ്യത്തിനകത്ത് ലഭിക്കുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞു വരിക. സൗമ്യതയുള്ളവർ ഭൂമി അവകാശമാക്കും. ഇതെന്താ സംഭവം അറിയോ? മില്ലേനിയത്തിനകത്ത് ഭൂമി അവകാശമാക്കുന്ന കാര്യത്തെ കുറിച്ച് പറയുക. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. നീതിയെ കുറിച്ച് കർത്താവ് എന്താ പറഞ്ഞേ? നീതിക്ക് വേണ്ടി വിശക്കണം, നീതിക്ക് വേണ്ടി ദാഹിക്കണം, മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം, കർത്താവ് പറയുക. അടുത്തത്, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. അടുത്തത് 8-ാമത്തെ വാക്യം, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ദൈവത്തെ എവിടെയാണ് കാണുന്നത്? 3 രാജ്യങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ 3 അവസ്ഥകളെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു. ഒന്ന്, ഇപ്പോൾ പ്രസന്റ് കിങ്ഡം, അത് നമ്മുടെ അകത്താ സ്ഥാപിക്കപ്പെടുന്നത്. ആ കിങ്ഡത്തിനകത്ത് നമ്മൾ ദൈവത്തെ കാണുക, അല്ലെ, ദൈവവുമായിട്ടുള്ള ഇന്റിമസിയാണ് നമുക്ക് അവിടെ ഉണ്ടാവുന്നത്. ആ ദൈവത്തെ ആത്മാവിൽ നമുക്ക് കാണാൻ പറ്റണമെങ്കിൽ ആർക്കേ കാണാൻ പറ്റൂ? Those who are pure in their heart. ആത്മാവിൽ ആത്മശുദ്ധിയുള്ളവർ മാത്രമേ ദൈവത്തെ, ഹൃദയത്തിന്റെ ശുദ്ധിയുള്ളവർ മാത്രമേ ദൈവത്തെ കാണൂ. ഇനി മില്ലേനിയത്തിനകത്ത്, സഹസ്രാബ്ദ വാഴ്ചയ്ക്കകത്ത് ആർക്ക് വാഴാൻ പറ്റൂ? ഹൃദയത്തിന്റെ ശുദ്ധി ഉണ്ടെങ്കിൽ വാഴാൻ പറ്റും. സ്വർഗത്തിൽ പോകുന്നത് ഇറ്റേണൽ കിങ്ഡത്തിനകത്ത് ആരാ പ്രവേശിക്കുന്നേ? ഹൃദയത്തിന്റെ ശുദ്ധിയുള്ളവരെ അവിടെ പ്രവേശിക്കൂ. ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. അപ്പൊ ഇത്രയും പറഞ്ഞു വരുന്ന കാര്യങ്ങൾ മൊത്തം എവിടത്തെ കുറിച്ചാണ് പറഞ്ഞു വരുന്നേ? സ്വർഗരാജ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായി പറഞ്ഞു വരുന്നേ. ആത്മാവിൽ ദരിദ്രരാകുക, ഹൃദയശുദ്ധി വേണം, സൗമ്യത വേണം, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. ദൈവദിനോ ഇതൊക്കെ എവിടത്തിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാ? ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. സ്വർഗരാജ്യം അവർക്കുള്ളത്. ഞാൻ ഇടയ്ക്ക് പറയാൻ വിട്ടുപോയ ഒരു കാര്യം കൊണ്ടൊന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഓർമ്മ ഒന്നുകൊണ്ട് പറയാം. ഈ ദൈവരാജ്യവും സ്വർഗരാജ്യവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ഒന്ന് പറയുകയുണ്ടായി. ദൈവരാജ്യം എന്ന് പറയുന്നത് ആ പേര് വരാൻ കാരണം, അതിന്റെ ഒരു കാരണമാകട്ടോ, അതിന്റെ 2-3 കാരണങ്ങൾ നമ്മൾ അന്ന് പറഞ്ഞായിരുന്നല്ലോ. അതിന്റെ ഒരു കാരണം, ദൈവരാജ്യം എന്ന് പറയുന്നത് ആരാണ് ഈ രാജ്യത്തിന്റെ ഉടമസ്ഥൻ, ആരുടെയാണ് ഈ രാജ്യം, അതാ ദൈവരാജ്യം. ദൈവത്തിന്റെ രാജ്യം, അതുകൊണ്ട് ദൈവരാജ്യം എന്ന് പറയും. ഇനി സ്വർഗരാജ്യം എന്ന് പറയാനുള്ള കാരണം, ഇത് എവിടുന്ന് വന്നതാ? Is present, is came from heaven.
അതുകൊണ്ട് എവിടുന്ന് വന്നു എന്നുള്ളതിനെ കുറിക്കുന്നതാണ് സ്വർഗരാജ്യം. സ്വർഗത്തിൽ വന്നതുകൊണ്ട് സ്വർഗരാജ്യം എന്നുള്ളൊരു ആശയം, അല്ലെങ്കിൽ ആ സ്വർഗീയ സ്വഭാവങ്ങളെ കാണിക്കുന്നത് കൊണ്ട് സ്വർഗരാജ്യം എന്ന് അതിനെ വിളിക്കാം. അതിന്റെ ഒരു വിശദീകരണം മാത്രം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, അതിന്റെ 2 വിശദീകരണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഞാനത് വിശദീകരിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, അടുത്തത് നമ്മൾ ഇതിനകത്ത് താഴോട്ട് വരുമ്പോൾ, എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിക്കുവീൻ. നിങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. അപ്പം ഈ ദൈവരാജ്യത്തിനകത്ത് ജീവിക്കുന്നവർ ഒരു കാര്യം കൂടെ ഓർക്കണം. എന്തുവാ? എനിക്കൊരു പ്രതിഫലം കൂടെ ഉണ്ടെന്ന്. നമ്മൾ പാട്ട് പാടാറില്ലേ? പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാൻ എന്ന് പറഞ്ഞാൽ പ്രതിഫലം വീതിക്കുന്ന ഒരു ദിവസം കൂടെ ഉണ്ട്. റിവാർഡ് നമ്മൾ ഈ ലോകത്തിൽ വായിക്കുന്നുണ്ടല്ലോ, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിനെ തക്കവണ്ണം പ്രാപിക്കേണ്ടതിന്. കിരീടങ്ങളെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ ധാരാളമായി പറഞ്ഞിട്ടുണ്ട്. പൗലോസിന്റെ ലേഖനങ്ങളിൽ പലയിടങ്ങളിൽ കിരീടങ്ങളെ കുറിച്ച് കാണുന്നുണ്ട്. ഈ കിരീടങ്ങളെ കുറിച്ചൊന്നും പറയാൻ നമുക്ക് സമയമില്ല. കിരീടങ്ങളൊക്കെ ലഭിക്കുന്ന എവിടെയാണെന്നറിയാമോ? ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിനകത്ത് നമുക്ക് കിരീടങ്ങളൊക്കെ കിട്ടും. അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ സമയമില്ലാത്ത പറഞ്ഞു ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുക. കിരീടത്തിന് അവകാശികളായിട്ട് അനേകർ ഓടുന്നു. ഞാൻ മുമ്പ് ഒരു പദം പറഞ്ഞല്ലോ, ദൈവരാജ്യത്തിനകത്തൊന്ന് സെലക്ട് ചെയ്തിട്ടേ ആൾക്കാരെ കൊണ്ടുപോകുന്നേ പറഞ്ഞല്ലോ. പൗലോസ് പറയുന്ന ഒരു പദത്തോട് കൂടി ചേർത്ത് പറയാം. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും ബിരുദ പ്രാപിക്കുന്നവർ ചുരുക്കമാണ്. വിളിക്കപ്പെട്ടവർ ഒത്തിരി പേരുണ്ട്, പക്ഷേ തെരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. അപ്പൊ ഇതിനകത്തൊരു തെരഞ്ഞെടുപ്പുണ്ടോ? ഉണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. ചില ആൾക്കാരുണ്ടല്ലോ, എനിക്ക് അവന് പേടിയൊന്നുമില്ല, ഞാൻ ആരോടും മുഖത്ത് നോക്കി പറയും. മുഖത്ത് നോക്കി പറയുന്നവരൊക്കെ അത് ഓർത്തോണം. നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. പ്രൈസ് ഗാഡ്. ഭയത്തോടെന്ന് പറഞ്ഞാൽ ഒരു വാക്ക് പറയുന്നതിന് മുമ്പ്, നമ്മൾ ആ ഭാഗത്തിലേക്ക് വരിക, അതെന്നാണ് ഞാൻ പറയാം. ഒരു വാക്ക് പറയുന്നതിന് മുമ്പ് ആലോചിച്ചിട്ടേ സംസാരിക്കാവൂ. ഓക്കെ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകുന്നുണ്ട്. അപ്പൊ വലുതാകുന്നു എന്ന് പറഞ്ഞാൽ പ്രതിഫലത്തിന് വലിപ്പച്ചെറുപ്പുണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം? ആണോ? സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകുന്നു, നമ്മുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രാപിക്കുന്നു പറഞ്ഞാൽ അതിന് വലിപ്പച്ചെറുപ്പുണ്ടെന്ന അർത്ഥം. പൗലോസ് പറയുന്നുണ്ടല്ലോ, ചിലർ നിത്യലജ്ജയ്ക്ക് വേണ്ടി അവിടെ വരുമെന്ന്. ഒരു കിരീടം കിട്ടിയില്ലെങ്കിൽ അതും ഒരു ലജ്ജയല്ലേ? അപ്പം ഈ സ്വർഗത്തിൽ പ്രതിഫലം കൊടുക്കുന്നതിന് വലിപ്പച്ചെറുപ്പമുണ്ട്. അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രാപിക്കുന്ന ഒരു ദിവസമുണ്ട്. ദൈവമക്കളെ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി കേൾക്കാൻ നമുക്ക് ആഗ്രഹിച്ചില്ല. പാട്ടുകാരൻ പറയുന്ന പോലെ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി കേൾക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് അധ്വാനിക്കാം. അങ്ങനെ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ 13-ാമത്തെ വാക്യം, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ലോകത്തിന്റെ വെളിച്ചമാകുന്നു, മരമേലിരിക്കുന്ന പട്ടണം മറിഞ്ഞിരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ കർത്താവ് പറയുന്നുണ്ട്. അതെല്ലാം വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അടുത്ത് മുമ്പോട്ടൊന്ന് പോകാൻ വേണ്ടി ആഗ്രഹിക്കുക. 21-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഓക്കെ, അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ ഇത് ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനൊക്കെ സ്വർഗരാജ്യത്തെ വലിയവനായിരിക്കും എന്ന് വായിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് പഠിപ്പിക്കണം എന്നുള്ള കർത്താവ് പറഞ്ഞതുമായിട്ട് കണക്ട് ചെയ്ത് ചിന്തിക്കുക. കർത്താവ് പറഞ്ഞെന്തുവാ? ഞാൻ നിങ്ങളെ ഉപദേശിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം എല്ലാവരും ഉപദേശിക്കണം. ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവർ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനെന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം. അപ്പൊ ഇതെവിടെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ടത്? ദൈവരാജ്യത്തിനകത്ത് ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ട കാര്യത്. അപ്പൊ ഈ പറയുന്ന സംഭവങ്ങൾ മുഴുവൻ എവിടത്തെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്? ദൈവരാജ്യത്തെ കുറിച്ച്, ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങളാ. യേശുവിനെ കുറിച്ച് പറയുന്നുണ്ട്, നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്, അവൻ ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ ജനത്തെ പഠിപ്പിച്ചു എന്ന്. അപ്പൊ നമ്മൾ എന്തോ ജനത്തെ പഠിപ്പിക്കേണ്ടത്? ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ ജനത്തെ പഠിപ്പിക്കണം. മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തത് അതിന് വരുമ്പോൾ 20-ാമത്തെ വാക്യോട് വായിച്ചു പോയാട്ടെ. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വീണ്ടും ആ വാക്ക് ഉറപ്പിക്കുക. യേശു ഈ ടോപ്പിക്ക് മൊത്തം പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? ദൈവരാജ്യമായിട്ട് ബന്ധപ്പെട്ടതാ. അപ്പൊ എന്തോ ചെയ്യണം? നിങ്ങളുടെ
സ്ത്രീമാരുടെ നീതിയെ കവിയുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്ത് കടക്കാൻ പറ്റത്തില്ല. കർത്താവ് നേരിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചു. അടുത്തത് 21-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കൊല ചെയ്യരുതെന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവികന്മാരോട് അരുളിച്ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഏതാ കേട്ടിട്ടുണ്ടല്ലോ. പഴയ നിയമത്തിൽ പറഞ്ഞ കാര്യത്തെ കുറിച്ച് യേശു സൂചിപ്പിക്കുക അവിടെ. അടുത്തിട്ട് പറയുക, ഞാനോ നിങ്ങളോട് പറയുന്നത് സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. അപ്പം ദൈവരാജ്യത്തിനകത്ത് കോപിക്കാൻ പ്രമാണമുണ്ടോ? ദൈവരാജ്യത്തിന്റെ പുറത്താണ്, കുഴപ്പമില്ല കേട്ടോ. ദൈവരാജ്യത്തിന് പുറത്താണ്. പള്ളി പോകുന്നുണ്ടല്ല, പള്ളി പോകുന്ന എല്ലാവർക്കും ദേഷ്യപ്പെടാൻ കുഴപ്പമില്ല. പക്ഷെ ദൈവരാജ്യത്തിനകത്താണ് ഈ കോപത്തെ കൺട്രോൾ ചെയ്തോണം. ഹലോ, നിങ്ങൾ മിക്കവാറും തന്നെ ഇറക്കി വിടുന്നു അല്ലേ? ദൈവരാജ്യത്തിനകത്തൊരുവനാണെങ്കിൽ അവന്റെ കോപം കൺട്രോൾ ആയിരിക്കണം. കോപിക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത വാക്യം എടുത്തോണ്ട് വരും. കോപിക്കാം, പാപം ചെയ്യരുത്. സൂര്യൻ അസ്തമിക്കുന്നവരെ വെച്ചോണ്ടിരിക്കൽ. നമ്മള് ദേഷ്യം വന്നു, ഒരാളുടെ ഹൃദയം എല്ലാം മുറിച്ച് വേദനപ്പെടുത്തിയേച്ച് ഒന്ന് പറയുക, ഞാൻ ദേഷ്യപ്പെട്ടതേ ഉള്ളൂ, പാപം ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ചെയ്യാതിരിക്കുക. നമ്മളതിനെ കൺട്രോൾ ചെയ്യാന്ന അർത്ഥം. നമ്മുടെ ഇമോഷൻ കൺട്രോൾഡ് ആയിരിക്കണം എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ക്രിസ്തു നമ്മുടെ അകത്ത് ജീവിക്കുകയാണെങ്കിൽ അപ്പം ചോദിക്കും, ക്രിസ്തു യേശു ദേഷ്യപ്പെട്ടില്ലേ എന്ന്. ആത്മീക കാര്യങ്ങളിൽ നമ്മൾ ദേഷ്യപ്പെടേണ്ട ഇടങ്ങളുണ്ട്. അവിടെ മാത്രം ദേഷ്യപ്പെടാം പറഞ്ഞാൽ ദേഷ്യപ്പെടാതെ തന്നെ നമുക്ക് പല കാര്യങ്ങളും ഡീൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. ഈ ഇമോഷൻസ് എല്ലാം നമ്മുടെ കൺട്രോളിലായിരിക്കണം. ചിലർ പറഞ്ഞിട്ടില്ലേ, എന്നെ ദേഷ്യം പിടിപ്പിക്കില്ല കേട്ടോ, എനിക്ക് പിന്നെ അറിയത്തില്ല, എനിക്ക് പിന്നെ കണ്ണ് കാണത്തില്ല. അതൊക്കെ ഒരു പോരാട്ടമാണ്. അതിനകത്തുനിന്നൊക്കെ നമ്മൾ പുറത്തു വരണം. ഓക്കെ, സഹോദരനോട് കോപിച്ചാൽ എന്തോ സംഭവിക്കും? ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ? നിസ്സാരം എന്ന് പറഞ്ഞാൽ എന്തോ അർത്ഥം? എന്റെ അർത്ഥം ഒരു വാക്ക് പറയാൻ പറ്റുമല്ലെന്ന് എനിക്കറിയത്തില്ല. അത് പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ, അതുകൊണ്ടൊക്കെ പറയാം. നമ്മള് ഇവിടെ പൊട്ടാന്നൊക്കെ പറയാറില്ലേ? ഇവിടെ മന്ദബുദ്ധി എന്നൊക്കെ പലപ്പോഴും പറയാറില്ലേ? നോ, നമ്മുടെ ചിലരൊക്കെ നമ്മുടെ പിള്ളേരെ തന്നെ വിളിക്കുന്നത് കേട്ടിട്ടുണ്ട്. അവനൊരു പൊട്ടന, അവനൊരു മന്ദബുദ്ധിയാ, അവനൊരു കിഴങ്ങനെന്നൊക്കെ പറയാറില്ലേ? From today onwards, don't use those words. അങ്ങനെയുള്ള വേർഡുകൾ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. കാരണം എന്തുവാ? നിസാര എന്ന് പറയാറില്ലേ? ഈ ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ വഴക്കുണ്ടാകുമ്പോൾ നമ്മൾ പറയാറില്ലേ, നീ എന്നാന്ന് വെച്ചാൽ കൊണ്ട് കാണിക്കുക, അല്ലെ നീ ഒരു പുല്ലും ചെയ്യത്തില്ലെന്നൊക്കെ പറയത്തില്ലേ? ഒരു പുല്ലും ചെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ നിസാര എന്ന് വിളിക്കുക, നീ ഒന്നും അല്ലെന്ന് നമ്മൾ പറയുക. ഡോണ്ട് ഡു ദാറ്റ്. അത് ചെയ്യരുത്, ദൈവത്തിന്റെ പ്രമാണം. അപ്പൊ കിങ്ഡം ഓഫ് ഗോഡിനകത്ത് ജീവിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. പക്ഷെ മനസ്സുണ്ടെങ്കിൽ എളുപ്പമാ. ഒരു ഡെഡ് ബോഡി എങ്ങനെ ആയിരിക്കണം നമ്മൾ. ഞാനത് പറഞ്ഞില്ലായിരുന്നു? ഒരു ശവത്തെ കുത്തിയാൽ ശവം വല്ലതും പ്രതികരിക്കുമോ? തെറി വിളിച്ചാൽ ശവം പ്രതികരിക്കുമോ? ശവത്തെ അപമാനിച്ചാൽ ശവം വല്ലതും പറയുമോ? അങ്ങനെ ആയിരിക്കണം നമ്മള്. ഐ ഡൈ ഡെയിലി. പൗലോസ് പറയുന്ന പദം ഓർത്താൽ മതി. ഐ ഡൈ ഡെയിലി. ഞാൻ പാപസംബന്ധമായി മരിച്ചിരിക്കുന്നു. പാപത്തിൽ മരിക്കുകയല്ല, പാപത്തോട് മരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും ഞാൻ ചെയ്യത്തില്ല എന്ന് പറയുന്നൊരു അനുഭവത്തിലേക്ക് വരിക. പൗലോസ് പറയുന്നുണ്ടല്ലോ, ഞാൻ കഴിഞ്ഞ ദിവസം അത് ഓർപ്പിച്ചിരുന്നു, അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വെളിപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ജീവൻ നമ്മുടെ അകത്തുനിന്ന് ഒഴുകണമെങ്കിൽ നമ്മൾ ആ ഒരു മരണത്തിന്റെ അനുഭവത്തിലേക്ക് വരണം. വി മസ്റ്റ് ഡൈ. നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ രീതികൾ, നമ്മുടെ സ്വഭാവങ്ങൾ മുഴുവൻ ഡെത്ത്. ക്രൂസിൽ അവനെ തറയ്ക്കണം. ക്രൂസിൽ യേശുവിനോടൊപ്പം നമ്മൾ ക്രൂശിക്കപ്പെട്ടവരായിട്ട് വേണം. നമ്മുടെ കരങ്ങൾ നമ്മുടെ ഇഷ്ടത്തിന് ചലിക്കാൻ പാടില്ല. നമ്മുടെ അവയവങ്ങൾ നമ്മുടെ ഇഷ്ടത്തിന് ചലിക്കാൻ പാടില്ല. ക്രൂസിഫൈ ദം. ഇനി അടുത്തത് അതിനോട് ചേർന്നൊരു പദം കൂടെ പറയുന്നുണ്ട്. സഹോദരനോട് നിസാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നിനരകത്തിന് യോഗ്യനാകും. എനിക്ക് തോന്നുന്നു ഈ വാക്യം എല്ലാ ദിവസവും ഒന്ന് വായിച്ചിട്ട് എല്ലാ ദിവസവും വായിക്കണം. ഈ വാക്യം എല്ലാ ദിവസവും ഒന്ന് വായിച്ചാൽ നല്ല അല്ലേ? എല്ലാ ദിവസവും ഒന്ന് വായിക്കുകയും ഒന്ന് കാണാതെ പഠിക്കുകയും ചെയ്താൽ നല്ലതാ. ഇനി അടുത്തത് എന്നോട് ചേർന്ന് കർത്താവിന്റെ ഒരു വിശദീകരണം പറയുന്നുണ്ട്. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന്. എന്തുവാ? എനിക്ക് പുള്ളിയോടൊന്നുമില്ല. ചിലരുണ്ട് വഴക്കമൊക്കെ പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ വായിത്തോന്നെല്ലാം പറഞ്ഞു വെച്ച് വീട്ടിൽ വന്നിച്ച് പറയും, എനിക്ക് അങ്ങനെ ഒരു പണക്കമൊന്നുമില്ല, ഞാൻ അന്നേരം പറഞ്ഞു തീർത്തു പോന്നു. അങ്ങനല്ല. ഇന്നൊന്ന് വായിച്ചു ചോദിക്കാം വാക്യം. നിന്റെ സഹോദരന് നിന്നോട് വല്ലതും ഉണ്ടെന്ന് ഓർമ്മ വന്നാൽ, എനിക്ക് അങ്ങോട്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നീ പറഞ്ഞ വാക്കുകൊണ്ട് അവർക്ക് എന്തെങ്കിലും നമ്മളോടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? യാഗപീഠമൊക്കെ അവിടെ വെക്കണം, അല്ല യാഗവസ്തുവൊക്കെ അവിടെ വെക്കണം എന്ന് പറഞ്ഞാൽ സ്വോത്രം പറയല്ലെന്ന്. സ്വോത്രം പോലും പറയാനുള്ള പ്രമാണമില്ല. സ്വോത്രം പോലും സഹോദരന് നിന്നോട് വല്ല വൈരാഗ്യം ഉണ്ടോ? സ്വോത്രം പോലും പറയാനുള്ള നമ്മള് സ്വോത്രമോ
അല്ലേലിയോ അല്ല തലകുത്തി മറിഞ്ഞ് നമ്മൾ അന്യഭാഷം പറഞ്ഞേ വീട്ടിൽ വരുള്ളൂ. എന്നിട്ട് പറയും എനിക്കൊരു കുഴപ്പമില്ല. വേറൊരു വാക്യമുണ്ടല്ലോ, കഴിയുമെങ്കിൽ എല്ലാവരോടും നിറഞ്ഞുകൊള്ളുവിൻ താഴെ എഴുതിയിട്ടുണ്ട്. പണ്ടൊരു പാസ്റ്റർ പറഞ്ഞ, എനിക്ക് നേരിട്ട് അറിയാവുന്നൊരു പാസ്റ്റർ പറഞ്ഞ, ദൈവജനത്തിൽ എഴുതിയിരിക്കുന്നത് കഴിയുമെങ്കിൽ എല്ലാവരോടും സമാധാനം ആചരിപ്പീൻ എന്ന വാക്യം. എനിക്ക് കഴിയത്തില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ലെന്ന്. എങ്ങനെയുണ്ട്? ഇതിനാണ് ബൈബിളിനെ വളച്ചൊടിക്കുക എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള വളച്ചൊടിയും പരിപാടിയൊന്നും ദൈവരാജ്യത്തിൽ നടക്കത്തില്ല. വക്രനോട് ദൈവം വക്രനാകുന്നെന്നാ. അതുകൊണ്ട് നമ്മുടെ വക്രതയൊന്നും ദൈവസന്നിധിയിൽ ചെലവാകത്തില്ല എന്നുള്ളത് നമ്മൾ ഓർക്കുക. ഓക്കെ, അങ്ങനെ അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് എന്ത് ചെയ്യണം? നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് വഴിപാട് കഴിക്കാം. നിന്റെ നിന്റെ പ്രശ്നം എന്താണെന്നറിയാമോ? നിന്റെ പ്രതിയോഗിയോടുകൂടെ വഴിയിൽ ഉള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക. ദൈവിക പ്രമാണം എന്തുവാ? ഇണങ്ങാനുള്ള പ്രമാണമാണ്, പിണങ്ങാനുള്ള പ്രമാണമല്ല. വേഗത്തിൽ ഇണങ്ങണം പ്രതിയോഗി വഴിയിലുള്ളപ്പോ. ഇല്ലല്ല കുഴപ്പം അല്ല, ഞാൻ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചിട്ട് നീ തടവിലായി പോകും. ഒടുവിലത്തെ കാശ് കൊടുത്തു തീരുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു. പുറത്തു വരത്തില്ലെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? നീ ഇതാ ഒരു ബന്ധനം, ഇതാ പോരാട്ടം, ബന്ധിക്കപ്പെട്ടു പോകുന്നു. ഈ അവസാനത്തെ ചില്ലിക്കാശ് കൊടുത്തു തീരുവോളം നീ അവിടുന്ന് പുറത്തു വരത്തില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ ഇങ്ങനെ എന്റെ ഒരു ഭാഷയിൽ അങ്ങ് വ്യാഖ്യാനിക്കുക, കടം കയറുമെന്ന് അർത്ഥം, കടബാധ്യത ഉണ്ടാകുന്ന അർത്ഥം. എന്ന് പറഞ്ഞാൽ ചില വിഷയത്തിലൊന്നും പ്രാർത്ഥിച്ചാൽ മറുപടി ഉണ്ടാകത്തില്ലെന്ന് അർത്ഥം. വായിച്ചു നോക്കിയാൽ നിങ്ങള് ഒടുവിലത്തെ കാശ് പറഞ്ഞാൽ എന്താ? ദാരിദ്ര്യത്തിന് അങ്ങേയറ്റം എത്തിയെന്ന്. ഒടുവിലത്തെ കാശ് എന്ന് പറഞ്ഞാൽ നീ കൊടുക്കാൻ വേറെ ഒന്നും ഇല്ല വീട്ടിൽ. ദാരിദ്ര്യം വരുമെന്ന് അർത്ഥം. ക്ഷമിക്കാതിരുന്നാൽ ദാരിദ്ര്യം വരുമെന്ന് അർത്ഥം. മനസ്സിലായോ? അയ്യോ ദൈവര, അപ്പൊ ഇങ്ങനെ ഇതൊന്നും അറിയണ്ടായിരുന്നല്ലേ? നിങ്ങൾക്ക് ഒരാളോട് ക്ഷമിക്കാൻ ഇനിയും ബാക്കിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾക്ക് നിങ്ങളോട് ക്ഷമിക്കാൻ ഇനിയും ബാക്കിയുണ്ടെങ്കിൽ ദാരിദ്ര്യം വീട് വിട്ട് മാറത്തില്ലെന്നർത്ഥം. എന്റെ കർത്താവേ, ഇത്രയും ഗൗരവമൊക്കെ ഉണ്ടായിരുന്നു വചനത്തിന്. അപ്പൊ ഇന്നോട് ക്ഷമിച്ചേക്കണം. ഇനി വേറൊരു കാര്യം കൂടെ പറയാം. യാക്കോബ് 5:9 ഒന്ന് വായിച്ചേ. യാക്കോബ് നിങ്ങൾ എഴുതുന്നതായതുകൊണ്ട് നിങ്ങൾ എഴുതിക്കോ, ഞാൻ വായിച്ചേക്കാം. യാക്കോബ് നിങ്ങൾ എടുക്കണ്ട, ഞാൻ വായിക്കാം. യാക്കോബ് 5:9 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. സഹോദരന്മാരെ വിധിക്കപ്പെടാതിരിക്കുവാൻ ഒരുവന്റെ നേരെ ഒരുവൻ ഞരങ്ങിപ്പോകരുത്, ഇതാ ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു. സഹോദരന്മാരെ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് ഒരുവന്റെ നേരെ ഒരുവൻ ഞരങ്ങിപ്പോകരുതെന്ന്. ഇതെന്തോ സംഭവം? ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുക, അതുകൊണ്ട് ഒരുവന്റെ നേരെ ഒരുവൻ ഞരങ്ങിപ്പോകല്ലെന്ന്. മുമ്പേ പറഞ്ഞ എന്തുവാ? നിസാരാന്ന് പറയല്, മൂടാന്ന് വിളിക്കരുത്, കൊലപാതകം ചെയ്യരുത്, കോപിക്കരുത്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു. കോപിക്കരുത്, മൂടാന്ന് പറയരുത്, നിസാരാന്ന് പറയരുത്. ഇത് 3 കാര്യമാണ് അവിടെ ചെയ്യരുതെന്ന് കർത്താവ് പറഞ്ഞു. പൗലോസ് വന്നപ്പോ കുറച്ചുകൂടെ എന്റെ ഡിഗ്രി ഒന്ന് കൂട്ടി. പൗലോസ് അതിനേക്കാൾ ഡിഗ്രി കൂട്ടിയിട്ട് പറയാ ഒരുവന്റെ നേരെ ഒരുവൻ ഞരങ്ങിപ്പോകല്ലെന്ന്. എന്തോ ഈ സംഭവം എന്നറിയാം? എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയാം. നമുക്ക് ദേഷ്യമുണ്ട്. ഒരാൾ വന്നു, ഇപ്പൊ പപ്പായെന്ന് വിചാരിച്ചു, നമ്മുടെ പപ്പായോ മമ്മിയോ അല്ലെങ്കിൽ നമ്മളെക്കാൾ മൂത്ത ഒരാൾ വന്നിച്ച് നമ്മളെ 4 വഴക്കങ്ങ് പറഞ്ഞു. ഈ പ്രായത്തെ ബഹുമാനിച്ചതുകൊണ്ടോ അല്ലെ അദ്ദേഹത്തിന്റെ കായിക ബലം കൊണ്ടോ നമുക്കൊന്നും പറയാനോ മിണ്ടാനോ പറ്റാത്ത അവസ്ഥയാണ്. അന്നേരം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഈ പല്ല് കടിച്ചു പറഞ്ഞു, ഞാൻ ഓണിച്ചു വരാന്ന് പറഞ്ഞു. നമ്മളങ്ങനെ പറഞ്ഞിട്ട് പോരത്തില്ലേ? അകത്ത് ഞരങ്ങുക. പിന്നെ കാണിച്ചോളതൊക്കെ നമ്മൾ അകത്ത് പറയത്തില്ല, പുറത്ത് പറഞ്ഞില്ല, അകത്ത് ഞരങ്ങി. അതിന് പറയുന്ന പേരാണ് നമ്മളുടെ പൗലോസ് പറയുന്നത് ഒരുവന്റെ നേരെ ഒരുവൻ ഞരങ്ങിപ്പോകരുതെന്ന്. എന്ന് പറഞ്ഞാൽ ഒന്ന് മൂളാൻ പോലും അവസാനം ഈ ദേഷ്യത്തോടെ വൈരാഗ്യത്തോടെ മൂളത്തില്ലേ? നോ, അതിനു പോലുള്ള പെർമിഷൻ ഇല്ല നമുക്ക്. കാരണം എന്തുവാ? വിധിക്കപ്പെടുമെന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നു. ന്യായാധിപതി സഹോദരന്മാരെ വിധിക്കപ്പെടാതിരിക്കാൻ. എന്തുകൊണ്ടാണ് ചെയ്യാതിരിക്കേണ്ടത്? വിധിക്കപ്പെടും. അതുകൊണ്ട് വിധിക്കപ്പെടാതിരിക്കാൻ ഒരുവന്റെ നേരെ ഒരുവൻ ഞരങ്ങിപ്പോകരുത്, ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വരവെടുത്തിരിക്കുക. അതുകൊണ്ട് നേരെ ജോലി മര്യാദയ്ക്കൊക്കെ ജീവിച്ചോണം എന്നർത്ഥം. ഇനി ബാക്കിയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി സമയം എടുക്കും. അതുകൊണ്ട് ഇവിടെ നിർത്താൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക. ഇനി കർത്താവിന്റെ പ്രാർത്ഥന 6-ാം അധ്യായത്തിലുണ്ട്. അതുകൊണ്ട് മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൽ യേശു ദൈവരാജ്യത്തെ കുറിച്ച് വിശദീകരിക്കുന്ന ഉപമകളുണ്ട്. ഇതൊന്നും പറയാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല. നമുക്ക് കർത്താവ് അനുവദിക്കുന്ന വർഷം വീണ്ടും പിന്നെ എപ്പോഴേലും നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ ചിന്തിക്കാം. ഇന്ന് ഞാൻ ഇവിടെ നിർത്താൻ വിത്ത് യുവർ പെർമിഷൻ ഇവിടെ നിർത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് ഒരുവിധ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം ദൈവരാജ്യത്തെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയെന്ന് മനസ്സിലായി. ഓക്കെ, ദൈവരാജ്യത്തിന്റെ ഇത്രയും
വാക്യമുണ്ട്, ഇത്രയും വലിയൊരു ആഴമുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുക, ഇതിനു വേണ്ടിയിട്ടുള്ള വെളിപ്പാടിന് വേണ്ടി പ്രാർത്ഥിക്കുക, ദൈവരാജ്യത്തെ